ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പിരിയാനാകാത്ത കൂട്ടുകെട്ടായതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് ഒരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവും മനോഹരമായ 2 ഭവനങ്ങൾ വെച്ച് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ താമസിക്കുമ്പോൾ ഏകദേശം 2 പേർക്കും ഒരുപോലെ പ്രായമായതുകൊണ്ട് തന്നെ ഒരേ പ്രായത്തിലുള്ള മക്കളുടെ ഉപ്പമാരായവർ മാറുമ്പോൾ ഒരേ സ്ഥാപനത്തിൽ ആ പ്രിയപ്പെട്ട മക്കൾ പഠിക്കാനും നിയോഗിതരായി. എല്ലാ ദിവസവും രാവിലെ സ്കൂൾ വാഹനം വരുമ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ മക്കളെ ആ വാഹനത്തിന്റെ അകത്തേക്ക് കയറ്റുമ്പോൾ പരസ്പരം ഒരിക്കലും അറ്റുപോകാത്ത വലിയ ഒരു ബന്ധത്തിന്റെ ഉടമയായിട്ട് അവർ മാറുകയാണ്. പക്ഷേ ഒരു ദിവസം സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സംഭവിക്കരുത് എന്ന് ഏകദേശം മക്കളോടൊരു വല്ലാത്ത സ്നേഹമുള്ള മഹബത്തുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് പോലെ അങ്ങനെ ഒരു വലിയ സംഭവം ആ കുടുംബത്തിൽ നടക്കുകയാണ്. ആ 2 പേരുടെയും പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെടും. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളിൽ നിന്ന് ആ മക്കളുടെ വീടുകളിലേക്ക് ഫോൺ വന്നവരും വരാത്തവരും അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ അവിടെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നെട്ടോട്ടുമോടി ആ മക്കളെ കൊണ്ടുപോലെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ചില കുഞ്ഞുങ്ങൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയുണ്ടായി. ചില കുഞ്ഞുങ്ങളുടെ ശരീരം തറഞ്ഞുപോയി, തലപൊട്ടിപ്പോയി, കൈയൊടിഞ്ഞു പോയി, കാലൊടിഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായി. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതറിഞ്ഞപ്പോൾ ഓടുകയാണ്. വിശ്വാസിയായ മനുഷ്യനും ഈമാൻ തൊട്ട് തീണ്ടിയിട്ടില്ല, പക്ഷേ മുസ്ലിമാണ്, പള്ളിയിൽ പേരുണ്ട്, പെരുന്നാളിന് പള്ളിയിലൊക്കെ പോകുന്ന ആ സാധാ മുസ്ലിമായ സഹോദരങ്ങൾ ഒരുമിച്ച് ഓടുകയാണ്. ഹോസ്പിറ്റലിന്റെ അകത്തളത്ത് ചെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളെ എവിടെയാണ് കിടത്തിയിരിക്കുന്നതെന്നറിയാൻ സെച്ചറിലൂടെ കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട രക്തം അയർന്ന് വീണുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മുഖത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉപ്പമാര് സങ്കടത്തോടെ നോക്കുമ്പോൾ അതിലൊന്നും തന്റെ പ്രിയപ്പെട്ട മക്കളെ കാണാനില്ല. പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. ആ 2 പ്രിയപ്പെട്ട മക്കളും ഓപ്പറേഷൻ തിയേറ്റർ തുറക്കുന്നതും കാത്ത ആ പ്രിയപ്പെട്ട ഉപ്പമാരതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു മകന്റെ പേര് വിളിച്ചിട്ട് ആ ഉപ്പയകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുറെ മരുന്നുകൾ വാങ്ങണം, നിങ്ങളെ മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശ്വാസമുണ്ട്, തലയിൽ ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. പക്ഷേ ആയിരിക്കുന്ന മനുഷ്യന്റെ മകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് പ്രശ്നമാണ്. ആ കുഞ്ഞിന് ഒരു 20% മാത്രമേ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോ തൊപ്പിയിട്ട താടി വെച്ച നിസ്കാരത്തിഴമ്പുള്ള ആ സഹോദരന്റെ മകന് 20% മാത്രമേ ജീവിത സാധ്യതയുള്ളൂ. എന്നാൽ ഇമാരത്തില്ലാത്ത നിസ്കാരമില്ലാത്ത സഹോദരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മകന് ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തുന്നതിലൂടെ കാര്യങ്ങൾ റാഹത്താകും, സന്തോഷത്തിലാകുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരന് സമാധാനം നഷ്ടപ്പെട്ടു പോയി. ചെറിയ ഓപ്പറേഷൻ ആണെങ്കിലും എന്റെ പൊന്നുമോന് ചെറിയ പ്രായമല്ലേ, ആ പ്രായത്തിൽ ഈ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്റെ പൊന്നുമോൻ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് ചുവരിലേക്ക് തലയിടിച്ചുകൊണ്ട് അയാൾ പൊട്ടിക്കരയുമ്പോ 20% പോലും ജീവിതത്തിലേക്ക് പൊന്നുമോൻ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ തന്റെ ജുബ്ബായുടെ തന്റെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ നിന്ന് കറച്ചിപ്പെടുത്തി കണ്ണീര് തുടച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസിയായ സഹോദരന്റെ മുമ്പിലേക്ക് ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളെന്തേ പൊട്ടിക്കരയാത്തത്, നിങ്ങളെന്തേ നിലവിളിക്കാത്തത്, നിങ്ങളെന്തേ ചുവരിൽ തലയിടിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട വിശ്വാസിയായ സഹോദരൻ പറയുന്നു, നമുക്ക് മുകളിൽ തൂണുകളില്ലാതെ വെള്ളം വിരിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെ പടച്ചിട്ടുണ്ട്. ആ പടച്ചവനാണ് എന്നെയും എന്റെ പൊന്നുമോനെയും പടച്ചത്. ഒരുപാട് അത്ഭുതങ്ങളും അത്യത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഭൗതിക ലോകമാകുന്ന ഈ വലിയ പ്രപഞ്ച സാഗരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നിയന്ത്രിക്കാൻ എന്റെ പടച്ചതമ്പുരാന് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഏതൊക്കെ മരുന്ന് വാങ്ങണം, ഏതറ്റം വരെ പോകണം, അവിടം വരെ ഞാൻ പോകും. ആ സഹോദരൻ പറയുന്നു, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമാധാനം, എങ്ങനെയാണ് ഈ സ്വസ്ഥത ലഭിക്കുക? ആ പ്രിയപ്പെട്ട വിശ്വാസിയാണ് മനുഷ്യൻ തന്റെ വലത്തേ കൈകൊണ്ട് നെഞ്ചിലേക്കൊന്ന് തടവിയിട്ട് പറയുകയാണ്, വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയാന്തരത്തിനകത്ത് ഞാൻ എന്റെ ഉമ്മയേക്കാൾ, ഞാൻ എന്റെ ഉപ്പയേക്കാൾ, ഞാൻ എന്റെ കുടുംബത്തെക്കാൾ, എന്റെ പ്രിയപ്പെട്ട മക്കളെക്കാൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലാഹു പടച്ച തമ്പുരാനെയാണെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ആ പടച്ച തമ്പുരാനോടുള്ള മഹബത്താണ് എനിക്ക് വല്ലാത്ത സമാധാനം തരുന്നത്. ആ പടച്ചവനോടുള്ള ഇഷ്ടമാണ് എന്റെ മനസ്സിന് വല്ലാത്ത കരുത്ത് പകരുന്നത്. ആ പടച്ച തമ്പുരാന്റെ പ്രതീക്ഷയാണ് എന്റെ മനസ്സിന്റെ അകത്ത് സ്വസ്ഥത തരുന്നത്. അത് പറഞ്ഞുകൊണ്ട് സമാധാനത്തോട് തന്റെ പൊന്നുമോന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരൻ എഴുന്നേറ്റ് നടക്കുമ്പോ, എന്റെ പ്രിയമുള്ള ബ്രഹ്മകുളത്ത് പഠിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, ഈ ലോകത്തിന് എല്ലാം അല്ലാഹു തന്നിട്ടുണ്ട് ചെറുപ്പക്കാരാ. ഈ മുസ്ലിം സമുദായത്തിന് എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. പള്ളിയുണ്ട്, മദ്രസയുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സംഘടനകളുണ്ട്, ഉസ്താദുമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, സമ്പത്തുണ്ട്, അഭിമാനമുണ്ട്, സ്വത്തുണ്ട്, എല്ലാ മേഖലയിലും കൈകടത്താനുള്ള കരുത്തുണ്ട്, കഴിവുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സാമ്പത്തിക സ്വാധീനമുണ്ട്, അധികാര കസേരകളെ പിടിച്ചുലക്കാനുള്ള കരുത്തും കഴിവുമുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടു പോയതെന്താ? ഏറ്റവും വലിയ ഒരു ആയുധം വിശ്വാസിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാ. ആയിരക്കണക്കാറ് ശത്രുക്കളെ കൊന്നെടുക്കാൻ ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധമല്ല, പള്ളികൾ പൊളിച്ചവർക്കെതിരെ മിസൈൽ കാണിച്ചു വരട്ടുന്ന ആയുധത്തിന്റെ കരയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഈ വിശ്വാസിക്ക് ഒരായുധം തന്നിട്ടാ പോയത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തിന് ആയുധം ആവശ്യമില്ല. ആ ആയുധം കൈകൊണ്ട് തരാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും പെങ്ങളും തയ്യാറല്ല. എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഒരു വിശ്വാസിക്ക് ഈർച്ചവാട് പോലെ മുറുസയുള്ള ഒരു ആയുധം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിശാചുക്കളെ വെട്ടിയറിയാനുള്ള ആയുധമാണ്, പരീക്ഷണങ്ങളെ വെട്ടിയറിയാനുള്ള ആയുധമാണ്, സങ്കടങ്ങളെ വെട്ടിയറിയാനുള്ള ആയുധമാണ്, കണ്ണുനീരുകളെ വലിച്ചെറിയാനുള്ള ആയുധമാണ്. സന്താപക്കടയിൽ നിന്ന് സന്തോഷത്തോടെ പുഞ്ചിരിയുടെ തൂണ് തുടങ്ങുകൊണ്ട് കരയിലേക്ക് പ്രകാശത്തിന്റെ പ്രഭവരത്തിയിട്ട് കടന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അതിനെ കുറിച്ച് പറഞ്ഞത് അത് ദുആയാണ്, അത് പ്രാർത്ഥനയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ഓടുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, ഇമാം സലാം വീട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ? സലാം വീട്ടി കഴിയുമ്പോ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് നാണമില്ലാതെ പള്ളിക്കകത്തിരുന്ന് ഇറങ്ങി ഓടുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭവനത്തിന്റെ അകത്ത് രാത്രി സമയത്ത് വന്ന് കിടക്കാൻ പോകുമ്പോ നിന്റെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് അല്ലാഹുമ്മ ഗുഫിർ ലനാ, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? തൃശൂർ ജില്ലയുടെ ബ്രഹ്മകുളത്തിന്റെ പരിസരത്തിന് പോലെ കൊട്ടാരങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇതുപോലെ വിലപിടിപ്പുള്ള വാഹനങ്ങളില്ലാത്ത കാലഘട്ടമുണ്ടായിരുന്നു. ഇതുപോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കാലഘട്ടമുണ്ടായിരുന്നു. അല്ലാഹുവേ, മഴ പെയ്യുമ്പോ ചോർന്നു നിൽക്കുന്ന കൂരക്കകത്ത് കിടന്നിരുന്ന തൃശൂർ ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ടല്ലോ, എന്റെ മക്കളെ കാക്കണയല്ല, എന്റെ കുടുംബത്തെ കാക്കണയല്ല. അന്നെന്ത് രസമായിരുന്ന ഉമ്മത്തേറെ നമ്മുടെ ജീവിതമെന്നറിയോ? അന്നെന്ത് സുഖമായിരുന്ന നമ്മുടെ ജീവിതമെന്നറിയോ? മഗ്‌രിബിന്റെ സമയമാകുമ്പോ നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട കുരുന്നുകളോട് ഒരുമ്മയും പറഞ്ഞു കൊടുക്കാതെ കൈകാലുകളിൽ വന്നിട്ട് ആ പ്രിയപ്പെട്ട മക്കള് വീടിന്റെ ഉമ്മറത്തിരുന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് ആ സ്വലാത്ത് ചൊല്ലിയിരുന്ന മാധുര്യത്തിന്റെ ഒരു മനോഹരമായ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാ. സമ്പന്നതയുടെ ആഡംബരത്തിന്റെ ന്യൂ ജനറേഷന്റെ മോഡലിന്റെ സൗഭാഗ്യത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആറാട്ടത്തിൽ കിടന്ന് തുള്ളിച്ചളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായമേ, ആ ഒരു സന്തോഷകരമായ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാ. ഇനി എന്നാണ് നിങ്ങൾക്ക് കഴിയുക? നിങ്ങൾ വെറുതെ ദുആ ചെയ്യണ്ട, നിങ്ങൾ വെറുതെ പടച്ചവനോട് പ്രാർത്ഥിക്കണ്ട. അല്ലാഹു പറഞ്ഞതെന്താ? ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ എന്നോട് ദുആ ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ്. അല്ലാഹു പറഞ്ഞതല്ലേ ചെയ്യുക. അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾ പടച്ച പ്രപഞ്ചത്തെ പടച്ച അല്ലാഹു പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. ചിലപ്പോ ചോദിച്ച ഉടനെ അത് തന്നെ കിട്ടണമെന്നില്ല. 3 രീതിയിൽ അതിന് മറുപടി അല്ലാഹു തരും. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ സമാപനം പറയാം. നിങ്ങളോട് അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നാണ്. അല്ലാഹു അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളോട് ചോദിക്കുക. പക്ഷെ ചോദിച്ചില്ലെങ്കിലോ എന്തുണ്ടാവും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിന്റെ ബാക്കി പറയുന്നത്. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിക്കുക, ചോദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എന്റെ മുത്ത് റസൂൽ പറയും.
അത് അള്ളാഹു പറഞ്ഞില്ല. ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അള്ളാഹുവിന്റെ റസൂൽ പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നേരമില്ലാതെ ഇറങ്ങി ഓടിയാൽ. എല്ലാ ചെറുപ്പക്കാർക്കും ഭയങ്കര ബിസിയാ, വേറെ ഒരു സ്ഥലത്തും ബിസിയില്ല. ഉത്സവപ്പറമ്പിൽ പോകാം, പൂരപ്പറമ്പിൽ പോകാം, സിനിമ തിയേറ്ററിൽ പോകാം, കല്യാണ വീട്ടിൽ പോകാം, കൂട്ടുകാരന്റെ ഫംഗ്ഷനിൽ പങ്കുചേരാം. അതിനൊന്നും ഒരു ബിസിയുമില്ല. അതിനൊക്കെ അവർക്ക് ധാരാളം സമയമുണ്ട്. ആകെ തിരക്കുള്ളത് രണ്ട് സമയത്താ. ഒന്ന് പള്ളിക്കകത്ത് കയറുമ്പോഴും, മറ്റൊന്ന് ഇതുപോലെ ഇൽമിന്റെ മജ്‌ലിസിൽ വരുമ്പോഴും. ഇൽമിന്റെ മജ്‌ലിസിൽ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാർ എത്രയാ ഉള്ളത്? 10 മിനിറ്റ് കഴിയുമ്പോൾ മൊബൈലിൽ സക്കറാത്തിന്റെ ഹാല് വിളിക്കുന്ന പോലെ ഇങ്ങനെ വൈബ്രേഷൻ ഇട്ടിരിക്കുക. എടുത്തു നോക്കുമ്പോ കാമുകയാണോ, ഭാര്യ, ആരും ആവട്ടെ, അതെടുത്തു നോക്കിയിട്ട് അതൊരു കാരണമാക്കി അത് ചെവിയിൽ വെച്ചിട്ട് ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിരിക്കുന്നു. സമാധാനമില്ല, ഇരിക്കാൻ സമ്മതിക്കില്ല. 2 മണിക്കൂറല്ലേ ഉള്ളൂ. എവിടേക്ക് നിങ്ങൾ ഇരിക്കും? ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് വ്യക്തിപരമായ നേട്ടമുള്ള എവിടെയെല്ലാം നിങ്ങൾ ഇരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ ഇരിക്കൂല, ഇരിക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല. അതാണ് ഇബ്ലീസിന്റെ പവർ. അത്ര വലിയ പുണ്യമാണ് ഇതിന്. സമ്മതിക്കില്ല. മറ്റൊന്ന് പള്ളിയിലാണ്. പള്ളിയിലേക്ക് നിങ്ങൾ പോയാൽ എത്ര മണിക്കാ പള്ളിക്കകത്ത് കയറുക? പള്ളിയുടെ പുറത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങൂലേ? ഒളു കൊടുത്ത് അകത്ത് കയറുന്നത് വരെ ഇബ്ലീസ് നിങ്ങളെ പിടിക്കും. അതുകൊണ്ട് തന്നെ ഒളു കൊടുക്കാൻ ഹൗദിന്റെ അടുത്ത് പോയാൽ ചിലപ്പോ ഹൗദിന്റെ അകത്ത് മീനുണ്ടാവും. അത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. അത് നല്ല രസം. അതിനെങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോ അവിടെ ഒരു പരിചയമുള്ള കൂട്ടുകാരൻ വരും. സുബ്ഹാനല്ലാഹ്, നീ എന്നാണ് ദുബായിൽ നിന്ന് വന്നത്? എത്ര നാളായി കണ്ടിട്ട്? ഇവിടെ എത്ര മണിക്ക് അടയ്ക്കാൻ? ഇവിടെ 10 മിനിറ്റ് കൂടി ഉണ്ട്. റാഹത്തല്ലേ, വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ഇമാമ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണ ഇമാമ. ഞാനിവിടെ ഒന്നു കൊടുത്തിട്ടുമ്പോ ഞാൻ കയറിയിട്ട് ഇമാമ് ഒരു ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കുള്ളൂ. അത്രയ്ക്കും സെറ്റപ്പായി പള്ളി വെച്ചത് ഞാനായി. ഹൗദ് കെട്ടിയത് എന്റെ വാപ്പായ എന്ന് പറഞ്ഞ് ആദ്യം അടക്കിയത് എന്റെ ഉമ്മായാണെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അവൻ ഇഷ്ടമുള്ളത് ഇവിടെ ചെയ്യാൻ ആരും അവനെ ചോദിക്കില്ല. പക്ഷെ പള്ളിക്കകത്ത് കയറുന്നത് വരെ ഇബ്ലീസ് അവനെ പിടിച്ചു വലിക്കും. പരമാവധി അവനെ പുറത്തു നിർത്താൻ. അകത്ത് കയറിയാലോ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക. വിധങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, കരയിലേക്കിട്ട മീൻ കിടന്ന് പിടയ്ക്കുന്ന പോലെ, കടലിൽ നിന്ന് കരയിലേക്ക് വലിച്ചെറിഞ്ഞ മത്സ്യം കിടന്ന് പിടയ്ക്കുന്ന പോലെ പള്ളിക്കകത്ത് കയറിയാൽ വിശ്വാസിയുടെ മനസ്സ് കിടന്ന് പിടയ്ക്കുന്ന കാലമാണ് ഖിയാമത്ത് നാൾ. അങ്ങനല്ലേ? പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇറങ്ങിയാൽ മതി. ഇമാം ഓതൽ നിർത്തുന്നില്ലല്ലോ, ഇമാം ദുആ നിർത്തുന്നില്ലല്ലോ, ഇമാം പെട്ടെന്ന് റുക്കൂഇ പോകുന്നില്ലല്ലോ, ഇമാം വലിയ പ്രസംഗമാണല്ലോ. ഇങ്ങനെ ഒരു ശല്യം പോലെ മനുഷ്യന് തോന്നിപ്പോകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ദുആ ചെയ്യാത്തവരെ, ദുആ ചെയ്യാൻ സമയമില്ലാത്തവരെ, ദുആ ചെയ്യാൻ നേരമില്ലാത്തവരെ. ഇന്ന് ആ ദുആയിന് വേണ്ടി തന്നെ എത്ര സംഘടനകൾ ഉണ്ടായി. ചിലര് പറയുന്നു ദുആ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം നമ്മുടെ പടച്ചവനറിയില്ലേ. പടച്ചവനറിയാം. നമ്മൾ പറയണ്ടേ പടച്ചവനോട് എനിക്ക് ഇന്നത് വേണമെന്ന്? അല്ലാഹ് പറഞ്ഞല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കാൻ. വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യ തുണ്ടിൽ നിന്ന് അയച്ച് മഞ്ഞ ഇത്ര, മല്ലി ഇത്ര, മുളക് ഇത്ര, കടുക് ഇത്ര എന്ന് എഴുതി തന്നു. അതുകൊണ്ട് പോക്കരി ഇട്ടുകൊണ്ട് കടയുടെ മുമ്പ് പോയി നിന്നാൽ മതിയോ? പറയണ്ടേ എനിക്ക് ഇത്ര വേണം, ഇത് ഇത്ര ഗ്രാമാണ്, ഇത് ഇത്ര കിലോയാണ് എന്ന് അങ്ങോട്ട് തുറന്ന് പറയുമ്പോഴാണ് ഇങ്ങോട്ട് തരിക. അള്ളാഹുവിന് ഇഷ്ടം പോലെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഉണ്ട്. എല്ലാം അള്ളാന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കണം. അതിന് ചില മര്യാദകളുണ്ട്, അതിന് ചില നിയമവശങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് സമയം പോലെ പറയും. അള്ളാഹു നമ്മുടെ ദുആ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദുആയ്ക്ക് മാറ്റുമാറാകട്ടെ. നമ്മുടെ ദുആ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദുആയ്ക്ക് മാറ്റുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മല്ലം യസ്അലില്ലാഹ് യഗ്ലബു അലൈഹി. അല്ല പറഞ്ഞു, നിങ്ങൾ പടച്ചവനോട് ചോദിക്കുക, നിങ്ങൾ എന്നോട് ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മല്ലം യസ്അലില്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ താല്പര്യമില്ലാത്തവരായി മാറുന്നെങ്കിൽ, യഗ്ലബു അലൈഹി, അവർക്ക് അല്ലാഹുവിന്റെ കോപമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവർ അല്ലാഹു കോപിക്കുന്നതാണ്, അവരോട് അല്ലാഹു ദേഷ്യപ്പെടുന്നതാ. അത് ചിലപ്പോ ഭൂമി ത്തിലൂടെയാകാം, ചിലപ്പോ മാരക രോഗത്തിലൂടെയാകാം, ചിലപ്പോ ആകാശ ലോകത്തിൽ നിന്ന് ഉൾക്കയുടെ കഷണം അടർത്തി വീഴ്ത്തിയിട്ടാകാം, ചിലപ്പോ ദുരിതങ്ങളിലൂടെയാകാം, ചിലപ്പോ നിന്റെ പൊന്നാഹാരമോന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ചിലപ്പോ ഡോക്ടർ പറയാ നിന്റെ പൊന്നുമോന് ക്യാൻസർ ആണെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം
ആര് കോപിച്ചാലും അല്ലാഹു കോപിച്ചാൽ നമ്മൾ തോറ്റുപോകുമല്ലോ. ദുനിയാവിൽ ആർക്കും നമ്മളോട് കോപിക്കാം, പക്ഷെ അല്ലാഹുവിന്റെ കോപം വന്നാ പിന്നെ നമ്മൾ എന്തിനാ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ളുഹർ കഴിഞ്ഞാൽ അസ്ർ കഴിഞ്ഞാൽ മഗ്രിബ് കഴിഞ്ഞാൽ ആ മുസല്ലയിൽ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ കുല്ലഹാ എന്ന് ദുആ ചെയ്യാറ് എഴുന്നേക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്റെ ഉമ്മ മറക്കല്ലേ. നിസ്കാരം കഴിഞ്ഞ് നിസ്കാര കുപ്പാരം വലിച്ചു ഒരു മുസല്ലമടക്കയിട്ട് വെറുതെ വെച്ച് ഒരിക്കലും ഒടുങ്ങാത്ത ഈ മുസ്ലിം സമുദായത്തിന്റെ പെമ്മക്കളെ കൊലക്ക് കൊടുക്കുന്ന സീരിയന്റെ മുന്നിൽ ഉടുപ്പില്ലാതെ ചെന്നിരിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ. മുസല്ലയിൽ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഇന്നഹാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക വഈമാനിക യാ അല്ലാഹ്. സങ്കടത്തോടെ പറഞ്ഞോടെ, ഭർത്താവ് ഗൾഫിലല്ലേ, മക്കൾ പഠിക്കുകയല്ലേ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ സുഖമില്ലാതെ കിടക്കുകയല്ലേ, ആരാണ് പെങ്ങളെ ഇതൊക്കെ നടത്തിത്തരിക? ആരാണ് നിനക്ക് രക്ഷ കൊടുക്കുക? ആരാണ്? നിന്റെ കയ്യിലിരിക്കുന്ന പണമല്ല, നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങളല്ലോ, നിന്റെ മാളികാ സൗധങ്ങളല്ല, നിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ സൗഭാഗ്യങ്ങളൊന്നുമല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ പടച്ചവനാണ്, പടച്ചവനാണ്. ആ പടച്ചവനറിയാറ് പെങ്ങളെ നിന്റെ വീട്ടിനകത്ത് ഒരാൾക്ക് ചിരിക്കാൻ പറ്റൂല. ആ പടച്ചവനറിയാറ് ചെറുപ്പക്കാരാ നിന്റെ ഭവനത്തിന്റെ അകത്തൊരാൾക്ക് കരയാൻ പറ്റൂല. ആ പടച്ചവനറിയാറ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവറല്ലാഹു ബർക്കത്തുഹു അവറുകള് 1000 മുത്തിന്റെ തസ്ബീഹ് വെച്ചിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നില്ലേ? ദുനിയാവിന്റെ ഏത് ഭാഗത്ത് പോയാലും എന്റെ പടച്ചതമ്പുരാനെ കൈവിട്ടു പോകാതെ നെഞ്ചോട് ചേർത്ത് വെച്ച മഹാനല്ലേ. അതുകൊണ്ടല്ലേ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഉറക്കമില്ലാതെ രാത്രി സമയത്തെഴുന്നേറ്റ് സുജൂദ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? എന്റെ പടച്ചവനില്ലാതെ ഞാനില്ല, എന്റെ പടച്ചവന്റെ സ്നേഹമില്ലാതെ ജനങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടെന്ത് കാര്യമാ? അല്ലാഹുവിനോട് ഇഷ്ടമില്ലാതെ പിന്നെ ഞാൻ ജീവിച്ചിട്ടെന്ത് കാര്യമാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മല്ലം യസ്അലില്ലാഹു യഗ്ലബു അലൈഹി لا تسألن بني آدم حاجتا وصل الذي أبوابه لا تهجب. മഹാന്മാര് പറയുന്ന മനുഷ്യരോട് ചോദിച്ച് നിങ്ങൾ നാണം കെട്ടുപോകണ്ട. ഒരിക്കലും അടയ്ക്കാത്ത കവാടത്തിന്റെ ഉടമയായ പടച്ചവനോട് ചോദിച്ചോ? മനുഷ്യരോട് ചോദിച്ചു നാണം കെടണ്ട. യതീമക്കളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാത്തവരെ, ചാവക്കാട് ഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി വാട്സപ്പിലൂടെ ഒരു ഓഡിയോ റെക്കോർഡ് വിട്ടപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല. ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് കേൾപ്പിച്ചു, ഉസ്താദേ നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് കേൾക്കണമെന്ന് പറയുമ്പോ അത് ഈ ബ്രഹ്മപുളപ്പ് തന്നെ ഞാൻ അഭിമാനത്തോടെ പറയുകയോ. എന്റെ മുമ്പിലിരിക്കുന്നവരെ പൊന്നുമോളെ കെട്ടിച്ച് തൂക്കി നോക്കിയിട്ട് പൊന്നുമോളെ ശരീരത്തിന് കിലോക്കനുസരിച്ച് സ്വർണം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ആ പൊന്നുമോള് ആഡിയോ റെക്കോർഡിലൂടെ പറഞ്ഞതെന്താ? എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, ഒരു പണവിട പൊന്നു പോലും എന്റെ ശരീരത്തിനിടാനില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഞാനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് സ്നേഹമുള്ള, പാവപ്പെട്ടവരോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ നമ്പർ. ഞാൻ താമസിക്കുന്നതിന്റെ സ്ഥലത്താണ്. ബന്ധപ്പെട്ടിട്ട് എനിക്ക് എന്തെങ്കിലും സ്വർണം തന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനും എന്റെ ഉമ്മയും ചെയ്യുമെന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടി തെളിവുകളോട് ആഡിയോ റെക്കോർഡ് പറഞ്ഞു വിടുമ്പോ ലജ്ജിക്കണ്ടേ എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ? തല താഴ്ത്തണ്ടേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ? നമ്മളെന്തിനൊക്കെ വേണ്ടിയാ പണം വലിച്ചെറിയുന്നത്? അല്ലാഹുവേ, 1 ലക്ഷം രൂപ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ പൊന്നുപോക്കൊരാശ്വാസമാകുമല്ലോ. പക്ഷേ കിട്ടിയില്ല. നിന്റെ പ്രിയപ്പെട്ട മണവറയുടെ അകത്തളത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ചുണ്ടു ചുമപ്പിക്കാൻ വേണ്ടി മാസമെത്രയാ ചിലവഴിക്കുന്നത്? പിരിയമ്പളക്ക് ചെയ്യാൻ വേണ്ടി മാസമെത്രയാ ചിലവഴിക്കുന്നത്? നിന്റെ മനോഹരമായ ഭാര്യയുടെ വിരൽത്തുമ്പിന്റെ നഖമുണ്ടല്ലോ, ആ നഖത്തെ സിംഹത്തിന്റെ നഖം പോലെ
പോലെ ചുമപ്പിക്കാൻ എത്രയാ ചിലവഴിക്കുന്നത്. ബ്യൂട്ടി പാർലറിന്റെ അകത്തളത്ത് പോലെ മലന്ന് കിടന്നുകൊണ്ട് നോട്ടുകെട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന സമുദായത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പെൺകുട്ടിയുടെ മെസ്സേജ് നിനക്ക് ശാപമാണ് മോനെ. അല്ലാഹുവിന്റെ റസൂൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്, കുട്ടിയാ തുറക്കാത്ത വാതിലുകളില്ലെന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുന്നിൽ പോലും മുട്ടി തളരണ്ട. അല്ലാഹുവിനോട് ചോദിച്ചോ, ആ പടച്ചവൻ ഒരിക്കലും അവന്റെ കവാടത്തിന്റെ വാതിലടയ്ക്കൂല. വബുനയ്യ ആദമു ഹിന യുസ്അലു യഅലബു ഇദാ വബുനയ്യ ആദമു ഹിന യുസ്അലു യഅലബു. മനുഷ്യ മക്കളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ദേഷ്യം വരുന്നത് അല്ലാഹു യഅലബു ഇൻ തറക്ത സുആലഹു. അല്ലാഹു കോപിക്കുന്നത് ചോദിക്കാതിരിക്കുമ്പോഴാണ്, മനുഷ്യൻ കോപിക്കുന്നത് അവനോട് ചോദിക്കുമ്പോഴാണ്. ഇതാണ് പ്രത്യേകത. മനുഷ്യർക്ക് ദേഷ്യം വരുന്നത് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ അവന്റെ മുമ്പ് പോയി മോളെ കല്യാണമാണ് 10,000 തരുമോ 25,000 തരുമോ ഇങ്ങനെ നിരന്തരം ചോദിക്കുമ്പോഴാണ്. അല്ലാഹുവിന് ദേഷ്യം വരുന്നത് നിസ്കാരം കിടന്ന് ഇബാദത്ത് കിടന്ന് ഖുർആനോട് മജ്‌ലിസ് നടത്തി ചോദിക്കാതെ എഴുന്നേറ്റ് പോകുമ്പോഴാണ്. സങ്കടമുണ്ട് ചില മജ്‌ലിസിലൊക്കെ. ഇപ്പൊ അതൊക്കെ മാറി. ചില മജ്‌ലിസൊക്കെ പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ് പോവാ, ദുആയ്ക്കൊന്നും ഒരുത്തനും ഇരിക്കത്തില്ല. കാരണം എന്താ, നമ്മൾ ഫുൾ ഹാപ്പി അല്ലേ. പ്രത്യേകിച്ചൊന്നും അള്ളാഹു നമുക്കിനി ചോദിച്ചു തരാനൊന്നുമില്ല, നമ്മുടെ ജീവൻ തന്നെ ഫുൾ ഹാപ്പിയാ. അങ്ങനെ എഴുന്നേൽക്കുമ്പോ തന്നെ അള്ളാഹിന്റെ കോപം അവനുണ്ടാവുകയാണ്. ആലോചിച്ച് നോക്കി, ആരെങ്കിലും അതിന്റെ ഗൗരവം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വളരെ വേദനയോടുകൂടി ആലോചിക്കാൻ വേണ്ടി പറയാം. നമുക്ക് ദുആ എന്ന് പറയുന്ന ഒരു ആയുധമാണെങ്കിൽ ആ ആയുധത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂല് സഹാബികളോട് പറഞ്ഞത് നിന്റെ ഭക്ഷണത്തിൽ ഉപ്പില്ലെങ്കിൽ അതുപോലും കരഞ്ഞുകൊണ്ട് നിന്റെ പടച്ചവനോട് നിനക്ക് ചോദിക്കാം. നബിയനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ, വീടിന്റെ അടുക്കളയുടെ അകത്തെ ഉപ്പിന്റെ മുളകിന്റെ കുറവ് പോലും നിനക്ക് എന്റെ പടച്ചവനോട് പറയാൻ എന്ന് പറഞ്ഞാൽ നാളെ ഉപ്പും മുളകും വാങ്ങാൻ ബ്രഹ്മകുളത്തുള്ള ഭർത്താവിനോട് ഭാര്യ പറയുമ്പോൾ ബാക്കി പറഞ്ഞില്ല അള്ളാഹിനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് മുണ്ടും മടക്കിയിരിക്കരുത്. അതല്ല, ദുആയുടെ ഒരു പവിത്രത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. അതുവരെയും അല്ലാഹുവിനോട് ചോദിക്കാമെന്ന, അതുവരെയും എന്ന് പറഞ്ഞാൽ ഒന്നും വിട്ടുപോകണ്ട, സർവ്വതും ചോദിക്കാം, സർവ്വതും. അല്ലാഹുവേ, എനിക്ക് കുപ്പിവള മാത്രമേ ഉള്ളൂ റബ്ബേ, ഒരു സ്വർണ്ണ വളയണിയാൻ കൊതിയുണ്ട് റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ റബ്ബിനോട് പെണ്ണെ നിനക്ക് ചോദിക്കാം, എല്ലാം ചോദിക്കാം അല്ലാഹുവിനോട്. ഭൗതികവും പിന്നെ പരലോകപരവുമായ സർവ്വകാര്യങ്ങളും കുടുംബകാര്യം ഒക്കെ ചോദിക്കാം. പക്ഷേ എന്ത് നമ്മൾ ഇത്രയും ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഉസ്താദ് ഈ പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ എത്ര കാര്യങ്ങൾ, ഞാൻ എത്ര കൊല്ലം കൊണ്ട് ചോദിക്കുകയാണ് അല്ലാഹുവിനോടൊരു കാര്യം, ഇതുവരെ അല്ലാഹു നടത്തി തന്നില്ലല്ലോ. ചില നിബന്ധനകൾ, ഒരുപാട് നിബന്ധന പറയുന്നുണ്ട്, പക്ഷെ വളരെ മർമ്മപ്രധാനമായ ചില നിബന്ധനകൾ മാത്രം നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ സ്വീകരിക്കുന്നവരല്ല. പക്ഷേ ആ സ്വീകരിക്കാൻ സാധ്യതയുള്ള ദുആയിന് ഈ പറയുന്ന നിബന്ധനകൾ ആവശ്യമാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ സ്വീകരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് കാരണമാകുന്ന ചില കാരണങ്ങൾ നമ്മുടെ ഈ ദുആയിലൂടെ ഉൾപ്പെടുത്തിയാൽ മതി. ഒന്ന് പറയാൻ പോവാണ്, നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കാരണങ്ങൾ ഉണ്ടാവണം. മക്കളില്ലാത്തവർ, രോഗം കൊണ്ട് വലയുന്നവർ, കടത്തിന്റെ പടുംകുഴിയിൽ വീണ് കൈകാലിട്ടടിക്കുന്നവർ, ക്യാൻസറിന്റെ അസഹ്യമായ വേദന സഹിക്കാനാകാത്തവർ, അല്ലാഹു ആ രോഗങ്ങളൊന്നും പാവപ്പെട്ട നമുക്ക് തരാതിരിക്കട്ടെ. മുത്തറസൂൽ പറയുന്നു, പഠിച്ച ഒന്നാമത്തെ നിബന്ധന ഭയഭക്തിയും ഹൃദയ സാന്നിധ്യവുമാണ്. ദുആ ചെയ്യുമ്പോൾ ഭയഭക്തി വേണം, ഹൃദയ സാന്നിധ്യം വേണമെങ്കിലേ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുകയുള്ളൂ. തലചൊറിഞ്ഞ് കോട്ടുവാറ് വിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് ദുആ ചെയ്താ പോരാ. നമ്മുടെ സഹോദരിമാർക്കൊക്കെ ചില രീതികളുണ്ട്. വീട്ടിൽ മാരുവെഴുതി യാസീനോ, മുസല്ലയിൽ ഇരുന്നിട്ട് യാസീനോതും. തുടങ്ങുന്നത് മുസല്ലയിൽ ഇരുന്നിട്ട്, പിന്നെ തുടങ്ങുന്നത് മുസല്ലയിൽ ഇരുന്നിട്ട് ഓരോ മുബീനാകുമ്പോൾ ഓരോ സ്ഥലത്തെത്തും. റൂമിൽ മക്കൾ കിടന്നുറങ്ങുന്ന സ്ഥലത്തെത്തും, ആട്ടിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തെത്തും, പശുവിന് വെള്ളം കൊടുക്കുന്ന സ്ഥലത്തെത്തും. അവിടൊക്കെ ഇങ്ങനെ കിറങ്ങാണ്. എന്നിട്ട് ഇങ്ങനെ ഓടുകയാണ്, എങ്ങോട്ട് വേണം അങ്ങോട്ട്, ഇത് പോയിരുന്ന് പഠിക്കടേ എന്നൊക്കെ പറഞ്ഞ് അടി കൊടുത്തിട്ട് അപ്പോഴാണ് അല്ലാഹുവേ പാലെടുപ്പിലിരിക്കണം ഇന്ന കലമിൽ ഇങ്ങനെ ഓടുക. ഇത് കഴിഞ്ഞിട്ട് ദുആ ഉണ്ട്, ദുആ യാസീൻ, പിന്നെ ചെറിയ യാസീൻ പുസ്തകത്തിന്റെ പുറകിൽ ഒരു ദുആ കൊടുത്തു, അല്ലാഹു അതൊക്കെ ഇങ്ങനെ തലചൊറിഞ്ഞു
മേക്സിയൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അല്ലാഹു മൗസൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നാൽ ഇത് അള്ളാഹുവിന്റെ അടുത്ത് എത്തോ? നിങ്ങളൊക്കെ പള്ളിയിൽ ഇമാമ് ദ്വാരക്കുമ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്ന കോലം കണ്ടാണ്ടല്ലോ വന്ന മലക്ക് ഡബിൾ സ്പീഡ് തിരിച്ചു. കാരണം ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട് ചോദിക്കുന്നതല്ല. പിന്നെ അള്ളാഹ് ഒരു വിഷമം ഉണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ കൈ ഇവിടെ ഇരിക്കും. ചില ആളുകൾ വയറിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക. അവന് ആവശ്യമുണ്ടായിട്ടല്ല. പിന്നെ ജനങ്ങൾ എന്ത് കരുതും? പടച്ചോൻ പറഞ്ഞതല്ലേ ഇരിക്കട്ടെ, അവനൊരു വിഷമം വേണ്ട, അങ്ങനൊന്നും പറ്റൂല. വളരെ തക്കുവയാണ്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് ഉണ്ടാക്കാനൊക്കെ പടച്ചവനറിയാം. ഇപ്പൊ ഞാന് അബുദാബിയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ പള്ളിക്കകത്ത് 2 ചെറുപ്പക്കാരെന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് വന്ന കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത്ര ഇഖ്ലാസാണ് ഇവിടുത്തെ മക്കൾക്ക് ദുആരക്കാൻ. അത്ര ഇഖ്ലാസ് ഉള്ളതുകൊണ്ടൊന്നുമല്ല, അവർക്ക് നാളെ ലാസ്റ്റ് ചാൻസ് ആണ് ലൈസൻസിന്റെ. UAE ലൈസൻസ് എന്ന് പറഞ്ഞാൽ അവന്റെ കട്ട പോയ കിട്ടിയില്ലേ, നാളെ ലാസ്റ്റ് ചാൻസ്. അതുകൂടി കിട്ടിയില്ലെങ്കിൽ അവന്റെ ജീവിതം ഖത്തം പോകുക. അതുകൊണ്ട് കിട്ടിയേ പറ്റുള്ളൂ. ബോംബിട്ടാലും അവനറിയൂല. ഇപ്പൊ അള്ളാഹു അവനൊരു ഖുശൂ കൊടുത്തത് കണ്ടോ? അവന് ആവശ്യമുള്ളത് കൊണ്ട് ഖുശൂ അറിയാതെ വന്നതാണ്. ആ ഒരു ഭയഭക്തി ഇന്ന് ഞാനിവിടെ ദുആ ചെയ്യുമ്പോ ഈ കസേരയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് വന്നാൽ ഈ മജ്ലിസിന്റെ ദുആയിന് കാരുണ്യവാനായ പടച്ചതമ്പുരാൻ മറുപടി തരുന്നതാ. എന്തുകൊണ്ട് അല്ലാഹുവിനെ തന്നൂടാ? അവിടെ എന്തെങ്കിലും കുറവുണ്ടോ? നമുക്ക് വാരിക്കോരി തന്നാൽ അല്ലാഹയെ ചോദ്യം ചെയ്യാൻ നമ്മുടെ അയൽവാസികൾ പോ, നമ്മളെ അസൂയാലുക്കൾ പോ, നമ്മുടെ കൂട്ടുകാർ പോ, ആരും പോവില്ല, ആർക്കും നടക്കാൻ പറ്റൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ വാട്സപ്പിലൂടെ ഫോട്ടോ വിട്ടാലും പറ്റൂല, ഫേസ്ബുക്കിലൂടെ ഫോട്ടോ വിട്ടാലും പറ്റൂല, അപവാദം പറഞ്ഞാലും പറ്റൂല, തലവെട്ടിക്കെത്തിയാലും പറ്റൂല. ഏതൊക്കെ രീതിയിൽ പുറകെ നടന്നാലും ഒരു കുലുക്കവും ഉണ്ടാവൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉദൽ ജദ്ദു മിൻകൽ. അല്ലാഹുക്കറിയാം ആർക്ക് കൊടുക്കണം, ആരിൽ നിന്ന് എടുക്കണം. ഇത് റബ്ബിന് നല്ലതുപോലെ അറിയാം. ആ പടച്ചവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അവനോടല്ലേ ചോദിക്കേണ്ടത്, അവനോടല്ലേ ആദ്യം ചോദിക്കേണ്ടത്. ആ ചോദ്യം അല്ലാഹുവിന്റെ സ്ഥാനത്ത് ചോദിക്കുന്നത് അസ്ഥാനമാണെന്ന് മനസ്സിലായത് കൊണ്ട് കേരളത്തിൽ പലിശ വളർന്നത്, ബ്രൈഡ് കമ്പനിക്കാർ വളർന്നതുകൊണ്ടാ. പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണം വരുമ്പോ 1 ലക്ഷം രൂപയുടെ ആവശ്യം കൂടിയുണ്ടെന്ന് മനസ്സിലാകുമ്പോ നിന്റെ പടച്ചവനങ്ങ് മരിച്ചുപോയെന്ന് കരുതുന്ന പെണ്ണേ, ഭർത്താവിനെ പറഞ്ഞ് പലിശക്കാരന്റെ മുമ്പിൽ വിടുന്നതെന്തിനാണ്? അല്ലാഹുവിന് തരാ കഴിവില്ലെന്ന് ചിന്തിച്ചത് കൊണ്ടല്ലേ, അല്ലാഹുവിന് തരാ കഴിവില്ലെന്ന് ചിന്തിച്ചത് കൊണ്ടല്ലേ. നിനക്കറിയോ സഹോദരങ്ങളെ, അല്ലാഹു പടച്ചതമ്പുരാൻ ഈ ലോകത്ത് പാവപ്പെട്ടവരെ പടച്ചത് അല്ലാഹു അറിയാതെ സംഭവിച്ചതല്ല. പണക്കാരെ പടച്ചത് അല്ലാഹു അറിയാതെ സംഭവിച്ചു പോയതല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ധർമ്മത്തിന് കിട്ടുന്ന വലിയ ഒരു പുണ്യത്തിലൂടെ സ്വർഗ്ഗലോകത്തിന്റെ കവാടം തുറന്നു കൊടുക്കാൻ അല്ലാഹു ചെയ്ത കാരുണ്യ പ്രവർത്തനമാണ്. പക്ഷെ അത് പരിഗണിക്കാതെ നടക്കുന്നവരെ, അല്ലാഹുവിന്റെ ഖജനാവ് കാലിയായി പോയെന്ന് കരുതുന്നവരെ, സങ്കടമാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ വിലയില്ല. ലൈസ ശൈഉൻ അക്റമ അലൈഹി അക്റമ അലല്ലാഹ് ഇല്ല ദുആ. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ദുആ. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ദുആ. നിങ്ങൾ ഇവിടുന്ന് മജ്ലിസിൽ നിന്ന് അവസാനം ഈ വിനീതൻ ദുആ എടുക്കുമ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കൈ ഇങ്ങനെ വെച്ച് ആമീൻ പറയുമ്പോ അല്ലാഹുവിന് നിങ്ങളോട് ബഹുമാനമാണത്രേ. അത് വേണ്ടെന്ന് പറയുന്ന മടയന്മാരെ, പിന്നെ ഏവന്റെ ബഹുമാനത്തിന് വേണ്ടിയാ നീ ഇങ്ങനെ കുംഭവീർപ്പിച്ചുകൊണ്ട് ഞെളിഞ്ഞു നടക്കുന്നത്? അല്ലാഹുവിന്റെ ആദരവ് വാങ്ങണേ, അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങണേ. അതുകൊണ്ട് ആ പടച്ചവനോട് ദുആ ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുമ്പോ ഉണ്ടാകട്ടെ മനസ്സിന്റെ അകത്ത് ഭയഭക്തി, ഉണ്ടാകട്ടെ ഖുശൂ, ഉണ്ടാകട്ടെ ഹുളൂറുൽ ഖൽബ് ഉണ്ടാകട്ടെ. ചിലപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടായി പോകും. റിയാദുസ് സ്വാലിഹീൻ ഉൾപ്പെടെയുള്ള ചെറിയ കിതാബിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ഹദീസിന്റെ കിതാബിന്റെ അകത്ത് 3 ആളുകൾ ഗുഹയുടെ അകത്ത് പെട്ടുപോയ ചരിത്രം എല്ലാവർക്കും അറിയാം. വിശദീകരിച്ച് പറയുന്നില്ലതുകൊണ്ട് അത്രയും സമയം നമുക്കില്ല. അത് വിശദീകരിക്കാൻ 2 മണിക്കൂർ വേണം, ആ സമയമില്ല. ചുരുക്കി ഞാൻ പറയട്ടെ, 3 ആളുകൾ യാത്ര പോയി. 3 ആളുകൾ യാത്ര പോയി. യാത്ര പോകുമ്പോ 3 ആളുകൾ സുന്നത്താണ്. ഒരു യാത്ര പോകുന്നു. ഞാൻ 2 ആളെ കൊണ്ട് എപ്പോഴാണ് നടക്കുന്നത്? തങ്ങളെ 3 ആളുണ്ട്. 2 ആളുണ്ട്.
ഞാൻ രണ്ടാളെന്ന് പറഞ്ഞ ഡ്രൈവർമാരെ രണ്ട് പെണ്ടാട്ടിമാരല്ലേ ഇവിടെ. നാളെ ഇനി വാട്സപ്പിൽ ബാക്കി തുറന്നു പറഞ്ഞു എല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പൊ ഇവിടെ നിൽക്കരുത്, രണ്ടാളെന്ന് പറഞ്ഞ ഡ്രൈവർമാരാ. അള്ളാഹുവേ എന്ത് കാലമാണ് പേടിയാ. ഇബ്രാഹിംജി ഒരാളെ കൊണ്ടുപോകും ഫ്ലൈറ്റിൽ. എപ്പോഴും ഖത്തർ എയർവേസിൽ അമ്മായും പപ്പായും മാത്രമേ ഉണ്ടാവും. ഹാജി ഉണ്ടാവും, അദ്ദേഹത്തിന്റെ സാധനം ഇരട്ട കുട്ടികളെ പോലെ. ചിലപ്പോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒന്ന് ചാടും എന്നുള്ള മാത്രം. അവൻ ഇവിടെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇത് യാത്ര 3 പേര് സുന്നത്ത്. അത് പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് യാത്രയെ കുറിച്ച് പറയുമ്പോഴാവട്ടെ ഇരിക്കട്ടെ. 3 പേര് യാത്ര പോയി ഒരു ഗുഹയ്ക്കകത്തായി പോയി പാറ വന്ന് നടന്നു. എന്ത് ചെയ്യും? സ്വഹീഹായ ഹദീസ് മുത്ത് റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്. പാറ വന്നടഞ്ഞു, ആരുമില്ല. ഇന്നത്തെ പോലെ ഏത് കാട്ടിൽ പോയാലും റേഞ്ച് കിട്ടുന്ന മൊബൈലൊന്നും ഒന്നുമില്ല, വാട്സപ്പില്ല, നെറ്റില്ല. അളിയാ അടഞ്ഞു പോയി അളിയാ ഓടി വാടാന്ന് പറയാനൊന്നും ഒന്നുമില്ല. വോയിസ് റെക്കോർഡില്ല, ഒന്നുമില്ല. IMO ഇല്ല, ഒരു MO ഇല്ല. ആകെ അതിന്റെ അകത്ത് കുടുങ്ങിപ്പോയി. ഇനി രക്ഷയില്ല, എന്ത് ചെയ്യാം? അപ്പോഴവർ ഓരോരുത്തരും ഒരു ഐഡിയ കൊണ്ടുവന്നു. അവര് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചെയ്തു പോയ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പുണ്യകർമ്മത്തെ എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്താലോ? ഏറ്റവും നല്ല കർമ്മം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനെ എടുത്ത് മുമ്പ് വെച്ചിട്ട് അള്ളാഹുലേക്ക് നമുക്ക് ദ്വാരക്കാം. എത്ര ഉന്തിയിട്ടും തള്ളിയിട്ടും ചലിക്ക പോലും ചെയ്യാത്ത ഈ പാറയെ ഒന്ന് മാറ്റിവെക്കാൻ. ആ പാറ വന്നുരുണ്ട് ഗുഹ എന്ന് അടഞ്ഞുപോയപ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാ. ഞാൻ ചുരുക്കി പറയുകയാണ്, അല്ലാഹുവേ, പ്രായാധിക്യം ചെന്ന വാപ്പയും ഉമ്മയും എനിക്കുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട ഉപ്പായുമായി ഞാൻ ജോലി കഴിഞ്ഞ വൈകുന്നേരം എനിക്ക് ജോലിയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് വാങ്ങുന്ന പാല് കൊണ്ടുവന്നിട്ട് അത് കുടിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കിടന്നുറങ്ങിയിരുന്നതെല്ലാം. പടച്ചവനെ, ഒരു ദിവസം ഞാൻ ആ പാല് കൊണ്ടുവരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്നെ കാത്തിരുന്നെന്ന് തളർന്നുപോയി, അറിയാതെ ഉറങ്ങിപ്പോയല്ല. ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിളിച്ചുണർത്തുന്നത് അധപകേടല്ലേ? ഉമ്മ കിടന്നുറങ്ങുമ്പോ ഉണർത്തുന്നത് അധപകേടല്ലേ? വാപ്പച്ചി കിടന്നുറങ്ങുമ്പോ ഉണർത്തുന്നത് അധപകേടല്ലേ? അതുകൊണ്ട് അവര് ഉണർന്നാൽ, എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് ഉണർന്നാൽ അപ്പോഴവർക്ക് പാല് കൊടുക്കാൻ വേണ്ടി ആ പാൽപാത്രവുമായി ഞാൻ അടുത്തു പോയിരുന്നു. അല്ലാ, പക്ഷെ എന്റെ പ്രിയപ്പെട്ട മക്കള് ഉമ്മയും ഉപ്പയും ഈ പാല് കുടിച്ചിട്ട് ബാക്കിയുള്ളതാണ് എന്നും എന്റെ മക്കള് കുടിക്കാറുള്ളത്. പക്ഷേ പടച്ചവനെ, ഞാൻ ആ പാലും കൊണ്ട് എന്റെ ഉമ്മാന്റെ അടുത്ത് കാത്തിരുന്നപ്പോ എന്റെ മക്കള് കരയാൻ തുടങ്ങി, വിശന്നിട്ട് കരയാൻ തുടങ്ങി. വാപ്പാ, ആ പാത്രത്തിൽ ഇരിക്കുന്ന പാല് ഞങ്ങൾക്ക് തരണം വാപ്പാ. എന്റെ പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ സഹോദരങ്ങളോടത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഫ്രിഡ്ജിന്റെ അകത്ത് 10 ദിവസത്തെ ഭക്ഷണം നിറച്ചു വെച്ചിരിക്കുന്ന കാലമല്ലേ ഇത്? എന്റെ പ്രിയപ്പെട്ട മക്കളുടെ പിന്നാലെ ഭക്ഷണം കൊണ്ട് നടന്നിട്ട് കഴിക്കുമോനെ കഴിക്കുമോളെ എന്ന് പറയുമ്പോ മതി മമ്മി ഡാഡി എന്ന് പറയുന്ന കാലമാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുമെന്നറിയില്ല. അന്ന് ആ മക്കൾക്ക് ആകെ കിട്ടിയിരുന്നതാ പാല് മാത്രമാണ്. അപ്പാ, ഞങ്ങൾക്ക് തരുവോ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു, അല്ലാ മക്കളെ മക്കളെ, ഉമ്മച്ചി ഉണരുമ്പോ ഉമ്മച്ചിക്ക് കൊടുത്തിട്ടേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉമ്മയോടുള്ള ഉപ്പയോടുള്ള സ്നേഹം കൊണ്ട് എന്റെ മക്കൾക്ക് കൊടുക്കാറ് ഞാൻ കാത്തിരുന്നു. അല്ലോ, പ്രഭാരം പൊട്ടിവിടന്നപ്പോ എന്റെ കാൽപ്പാറത്തിൽ പിടിച്ചിട്ട് മക്കള് കരന്നിട്ട് പറഞ്ഞു, അപ്പാ ഞങ്ങൾക്ക് തരൂ അപ്പാ, ഞങ്ങൾക്ക് തരൂ അപ്പാ, ഞങ്ങൾക്ക് തരൂ അപ്പാ. പക്ഷെ ഞാൻ കൊടുത്തില്ല. എന്റെ ഉമ്മച്ചി കണ്ണു തുറന്നിട്ട് എന്റെ ഉമ്മാക്ക് കൊടുത്തിട്ട് എന്റെ ഉപ്പാക്ക് കൊടുത്തിട്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തതല്ലോ. അല്ലാഹുവേ, ഞാൻ ചെയ്തത് നിന്റെ പൂർണ്ണമായ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ ഈ പാറയിൽ നിന്ന് ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം തരണേ അല്ലാ. ഒന്നാമത്തെ ആൾ ദുആ ചെയ്തപ്പോൾ പാറ ഒരു അല്പമൊന്നങ്ങോട്ട് നീങ്ങി. പ്രാർത്ഥനയിലൂടെ ആ ഗുഹയുടെ അകത്തൊരു പ്രശാന്തി ലഭിച്ചു. ഒരല്പം അങ്ങോട്ട് പാറയങ്ങോട്ട് നീങ്ങി. രണ്ടാമത്തെ ആള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുമ്പിൽ വന്നു, അല്ലാഹുവേ അല്ലാഹുവേ, കാനത്തിൽ എന്റെ ഉപ്പയുടെ അനുജനൊരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞാൻ ചെറുപ്പക്കാരനല്ലേ, വികാര വിചാരങ്ങളുള്ളവനല്ലേ, സ്ത്രീ സൗന്ദര്യത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവനല്ലേ. എന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പാന്റെ പൊന്നുമോളെ, എന്റെ നാട്ടിലുള്ള
മുഴുവൻ ചെറുപ്പക്കാർക്കും ഇഷ്ടമായിരുന്നു. അല്ലാ, അത്രയ്ക്ക് സൗന്ദര്യമാണ്. അകാര വടിവൊത്ത സുന്ദരിയാർ ആ പെൺകുട്ടിയെ കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ചെറുപ്പക്കാര് നാട്ടിലില്ല. അങ്ങനെ അല്ലാഹുവേ, എനിക്ക് നിന്നെ പേടിയാണ്, നിന്നെ വിശ്വാസമാണ്. പക്ഷേ എന്റെ മനസ്സിന്റെ കത്ത പെണ്ണിന്റെ സൗന്ദര്യം അങ്ങ് കുടുങ്ങിപ്പോയല്ലോ. ആ ഒരു സൗന്ദര്യം കുടുങ്ങിപ്പോയപ്പോ ആ സുന്ദരിയാറ് പെണ്ണിനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിലും ആ കുതിച്ചെന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിനകത്തിരിക്കുമ്പോ ആ പെണ്ണ് എന്റെ മുമ്പിലേക്ക് വരികയാണ്. കുറച്ച് കാശ് കടം ചോദിച്ചു പടച്ചവന്. ആ കാശിന് പകരം ഞാൻ ആ പെണ്ണിന്റെ ശരീരം ചോദിച്ചു. അല്ല, അവസാനം ഗതികെട്ട ആ പെണ്ണിന്റെ ശരീരം എനിക്ക് തരേണ്ടി വന്നു. അല്ല, ആരും അറിയാത്ത ഒരു സ്ഥലത്ത്, അല്ലാ, ബന്ധുക്കളും കുടുംബക്കാരും കൂട്ടുകാരും ഒന്നും അറിയാത്ത ഒരു സ്ഥലത്ത് റബ്ബേ ആ പെണ്ണും ഞാനും കടന്നു ചെന്നു. അല്ലാ, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഒരു കഴുകനെ പോലെ കൊപ്പിയെടുക്കാൻ സമയമായിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഞാൻ എന്റെ കൈകൾ വെക്കുമ്പോ കണ്ണീരൊഴുക്കിയിട്ട് ആ പെണ്ണ് പറഞ്ഞു. തൃശൂർ ജില്ലയുടെ ബ്രഹ്മകുളത്തെ പെണ്ണ് 35-40 വയസ്സിൽ 17-18 വയസ്സാണ്. മക്കളുടെ പ്രായമുള്ളവന്റെ കൂടെ ഐസ്ക്രീം കുടിച്ച് വികാര പൂർത്തീകരണം നുണഞ്ഞിറക്കുന്ന കേരളത്തിന്റെ അപമാനമായി പോയ പെണ്ണെ പഠിക്കുക, അപമാനമായി പോയ പെണ്ണെ പഠിക്കുക. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല ഉമ്മ. ഓഡിറ്റോറിയത്തിൽ പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ 90 വയസ്സുള്ള ഉമ്മയും ചുരിദാറിട്ട് ചുണ്ട് ചുമപ്പിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന കാലഘട്ടത്തിൽ ലജ്ജിച്ചുകൊണ്ടല്ലാതെ പറയാൻ എനിക്ക് കഴിയൂലെന്നറിയാ. പക്ഷെ ആ പെണ്ണ് പൊട്ടിക്കരന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹനെ പേടിക്കണേ. പടച്ചതമ്പുരാൻ നിയമവ്യവസ്ഥയാക്കിയ നിക്കാഹിലൂടെ എല്ലാവരും എന്റെ ശരീരത്തെ തൊടല്ലേ എന്ന് എന്നോട് പറഞ്ഞപ്പെടല്ല. അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയമൊന്ന് വിറച്ചു പോയി. അല്ലാ, എന്റെ ഹൃദയമൊന്ന് കിടുങ്ങിപ്പോയല്ല. എനിക്ക് പേടി വന്നു. അല്ലാ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അല്ലാ, നിന്റെ നരകം എന്റെ മുമ്പിൽ വന്നതുപോലെ, നിന്റെ ജബാനിയത്തിന്റെ മാലാഖമാർ ഇരുമ്പിന്റെ ബന്ധുമായി എന്റെ മുമ്പിൽ വന്നതുപോലെ, ഖബറിന്റെ കപ്പളപ്പിൽ കൊത്തിവലിക്കുന്ന നരകത്തിന്റെ വിഷപ്പാമ്പുകൾ എന്നെ കൊത്തിവലിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയല്ല. ഞാൻ ഭയം വിറച്ച് പൊട്ടിക്കരന്നുകൊണ്ട് ഇറങ്ങി ഓടി. അല്ലോ, അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലോ ഈ പാറയൊന്ന് മാറ്റിത്തരണേ. അല്ലാ, സുബ്ഹാനല്ലാഹ്, പാറ കുറച്ചുകൂടി മാറുകയാണ്. പ്രാർത്ഥനയിലൂടെ പ്രശാന്തിയുടെ കിരണങ്ങളാ ഗുഹാമുഖത്ത് തെളിഞ്ഞു വരികയാണ്. മൂന്നാമത്തെ ആള് വരികയാ. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ തോട്ടം നോക്കാൻ ഞാനൊരു ജോലിക്കാരനെ ആക്കിയിരുന്നു. പക്ഷെ അയാള് ശമ്പളം വാങ്ങാറ്, ഞാൻ കൂലി കൊടുത്തപ്പോ വാങ്ങാറ് അയാള് പോയി കിടന്നു. അല്ലാ, കുറെ നാട് കഴിഞ്ഞിട്ട് അയാള് മടങ്ങി വന്നു. അല്ലോ, അയാൾക്ക് ഒരാവശ്യം വന്നപ്പോ എന്തെടുത്ത് വന്നിട്ട് ഞാനൊന്ന് വാങ്ങാതെ പോയ കൂലി എനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ, അയാൾക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട കൂലി ഒരു നാണയത്തൊട്ട് പോലും പാഴാക്കി കളയാറ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലോ. ആ നാണയത്തൊട്ട് കൊണ്ട് ഞാൻ ബിസിനസ് നടത്തിയല്ല. എന്നിട്ട് അയാൾ വന്നപ്പോ ഒരു വലിയ പ്രദേശം നിറച്ച് ആടും മാടും ഒക്കെ നിൽക്കുകയാണ്. അയാൾ ചോദിച്ചു, ഇതെന്താണ്? ഇത് നിന്റെ കൂലി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതിലൊന്നുപോലും എനിക്ക് അവകാശപ്പെട്ടതല്ല, ഇത് മുഴുവനും നിനക്കുള്ളതാണ്. അയാൾ കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ സ്വതക്ക വാങ്ങിപ്പോയി. അല്ലോ, ആ മനുഷ്യന്റെ ബറക്കത്ത് കൊണ്ട്, ആ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്തു കൊടുത്ത പുണ്യകർമ്മത്തിന്റെ ബറക്കത്ത് കൊണ്ടല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയുടെ ഈ പാറയെ മാറ്റി തരണമല്ലോ. അല്ലാഹുവിന്റെ റസൂല് ആവേശത്തോടെ കേട്ടിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പാറ മുഴുവനും മാറുകയാണ്. ആരാണ് മാറ്റിയത്? പ്രബന്ധനാഥനാണ്. പടച്ചവന് കഴിയില്ല മാറ്റാ. വയറ്റിനകത്ത് വളർന്നു വന്ന ചേനയുടെ വലിപ്പത്തിൽ വളർന്നിരുന്ന വലിയ മുഴയെപ്പോലെ ഓപ്പറേഷന്റെ തലേ ദിവസം അത്ഭുതകരമായി അല്ലാഹു പടച്ചതമ്പുരാൻ മാറ്റിക്കൊടുത്ത ചരിത്രമില്ലേ പ്രിയപ്പെട്ടവരെ? പക്ഷേ നമുക്ക് ആ പടച്ചവനെ പരിചയമില്ലല്ലോ.
മഹാന്മാരുടെ അടുത്ത് പോയിരിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളുമായി ബന്ധപ്പെടണം സഹോദരങ്ങളെ. എത്ര കറാമത്തുകളാ ഈ മണ്ണിന്റെ മുകളിലൂടെ അവർ കാണിച്ചതെന്നറിയോ? അല്ലാഹുവേ, എന്ന പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലയുടെ ബ്രഹ്മകുളത്തെ പെങ്ങന്മാര് മറന്നുപോയേക്കാ, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റൂല ഉമ്മ. ഈജിപ്തിന്റെ മണ്ണിലെ മനോഹരമായ കൊട്ടാരത്തിന്റെ അകത്ത് കിടന്നിറങ്ങുന്ന രണ്ട് കാലുമില്ലാതെ ഇഴന്നിടന്ന് ആ പ്രിയപ്പെട്ട ബീവിയുടെ മുന്നിലേക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന 9 വയസ്സുള്ള പൊന്നുമോള് ഒന്ന് ജീവിച്ചിരിക്കുന്ന കാലവാ. ആ പ്രിയപ്പെട്ട പൊന്നുമോള് ഇടഞ്ഞു വന്നപ്പോ നഫീസത്തുൽ മിസ്രിയ തന്റെ വലത്തെ കൈ കൊണ്ട് ആ കുഞ്ഞിന്റെ 2 കാലിങ്ങനെ തടവിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ഈ പാവപ്പെട്ട കുഞ്ഞിന്റെ രോഗം നീ മാറ്റി കൊടുക്കണയല്ല. ഈജിപ്തുകാർ അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. ആ 9 വയസ്സുള്ള പൊന്നുമോൾ എഴുന്നേറ്റ് നടന്നു പോയത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് സ്ഥാപിച്ചെടുത്ത ബന്ധത്തിന്റെ പേരിലാ. എങ്ങനെയെങ്കിലും അങ്ങ് ദുആ ചെയ്തതെല്ലാം മറന്നുപോയല്ലോ നഫീസത്തു മാല. ആ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞതെന്താ? അല്ലാഹ് തന്റെ അമ്പിനാലെ ആദരിച്ച മൈതേ ഫാത്തിമുൻ നബിന്റെ മകൾ ഫാത്തിമ ബീബേറ്റേ നല്ല മകനായ ഹുസൈനോരിലും വലിതേ നാദർ സയ്യിദ് ബിൻ ഹസൻ നൈബരിൽ ജനീതേ തേരെ മകളാകുമേ ബീവിനെ ഫീസത്തെ തേരെ മകളാകുമേ ബീവിനെ ഫീസത്തെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പാരമ്പര്യം പറയുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അലിയാർ തങ്ങളുടെ പേരക്കുട്ടിയായി വരുന്ന പാരമ്പര്യത്തിൽ വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പാതിരാ സമയത്ത് പൊട്ടിക്കരന്നുകൊണ്ട് ഇബാദത്ത് ചെയ്തില്ലേ? ഉദിപകലിൽ നോമ്പത് എടുത്തു നിന്നിടാതെ രാപകലില്ലാതെ പകൽ സമയത്ത് നോമ്പും രാത്രി സമയത്ത് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോ എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുന്ന കാലം വരികയാ. ചെയ്തു പോയ പുണ്യകർമ്മത്തെ മുമ്പ് വെച്ചുകൊണ്ട് എന്തെങ്കിലും അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് ഇജാബത്ത് തരും. അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യം. ചില ആളുകളൊക്കെ പറയില്ലേ, ഈ ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ വെറും പിരിവാ അല്ലേ? ഇത് പറയുന്നവർക്ക് അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മ സുഖമില്ലാതെ കിടന്നാൽ ഒരു ഹോമിയോ മരുന്ന് പോലും ഈ പറയുന്ന ശൈത്താൻ വാങ്ങിച്ചു കൊടുക്കൂല. അവൻ കൊടുക്കൂല. തെളിവുണ്ട്, എത്രയോ പറയുന്നവർക്ക് എന്ത് പറയാലോ. എത്ര മദ്രസകൾ. ഇന്നലെ ഞാൻ പന്താവൂര് പ്രസംഗിച്ചു, സങ്കടം വന്നു പോയി. ഇടിഞ്ഞു വീടാറായ മദ്രസ പൊളിഞ്ഞു വീട. ഒന്ന് ഭയഭക്തി ഉണ്ടാവുക, വിനയമുണ്ടാവുക, ഇഖ്ലാസ് ഉണ്ടാവുക. 2 വലിയ യഖീന ബിൽ ഇജാബ. ഉറപ്പായും മറുപടി കിട്ടുമെന്ന പ്രതീക്ഷ മനസ്സിലുണ്ടാവുക. എനിക്കല്ല മറുപടി തരും, ഉറപ്പിക്കുക. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണത്. എനിക്കല്ല മറുപടി തരും, ഉറപ്പിക്കുക. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണത്. നിങ്ങൾക്കറിയോ, സഹാബികളിൽ ഒരാളുണ്ടായിരുന്നു, എന്ത് ദുആ ചെയ്താലും എപ്പോഴും ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന ഒരു സഹാബി. ആരാണെന്നറിയോ? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. എപ്പോൾ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും, എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിലെ ആഗ്രഹം നടക്കാൻ അങ്ങ് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ ആഗ്രഹം നടക്കട്ടെ. എന്തായിരുന്നു ആഗ്രഹം? എന്ത് ദുആ ചെയ്താലും സ്വീകരിക്കണമെന്നായിരുന്നു മനസ്സിലെ ആഗ്രഹം. അല്ലാഹു അക്ബർ. അന്ന് മുതൽ സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ദുആ ചെയ്താലും സ്വീകരിക്കും. നബി തങ്ങൾ ചോദിച്ചു, സഅദേ, നീ എന്താണ് ആഗ്രഹിച്ചത്? നബിയേ, എപ്പോ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുടുങ്ങിയില്ലോ സഅദേ, വലിയ ഒരു സർട്ടിഫിക്കറ്റ് ക്വാളിറ്റിയാ സഅദ് റളിയല്ലാഹു അൻഹു കിട്ടിയത്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞ, നബിയേ, ഈ ഭൗതിക ലോകത്തെ ജീവിതം കണ്ടിട്ട് ഞാൻ മടുത്തുപോയി. അതുകൊണ്ട് ഞാൻ മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യട്ടെ നബിയേ, എനിക്ക് ജീവിതം വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ, നീ അങ്ങനെ ദുആ ചെയ്ത് തീർന്നാൽ ആ സെക്കൻഡിൽ നീ മരിക്കും, നീ അങ്ങനെ ദുആ ചെയ്യരുത്.
മരിക്കാൻ വേണ്ടി ദുആ ചെയ്യില്ല സഅദേ, ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ പറയാൻ. ഒരിക്കൽ ഒരു ജൂതൻ വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അഹ്ലു ബൈത്തിൽപ്പെട്ട സഹാബികളെ പച്ചക്ക് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജൂതൻ സുബൈർ റളിയല്ലാഹു അൻഹു ഒക്കെ മുമ്പിലുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിർത്തണോ, തന്റെ ആഭാസ സംസാരം നിർത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ പടച്ചവനോട് ദുആലക്കുമെന്ന് പറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദേ നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ നീ അകത്ത് കയറിപ്പോ, ഇയാളത് പറയട്ടെ, അയാളെ പടച്ചു നോക്കിക്കോളൂ, നീ അകത്ത് കയറിപ്പോ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സഹിക്കൂല. ആരംഭ റസൂലിന്റെ കുടുംബക്കാരെ പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല, സഹിക്കാൻ പറ്റൂല. അഹ്ലു ബൈത്ത് അങ്ങനെയല്ലേ, സയ്യിദന്മാർ, തങ്ങന്മാർ, അവരൊക്കെ വലിയ സ്ഥാനമാണ്. അല്ലാഹു തആല അവരെയൊക്കെ ബഹുമാനിക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദഹു എപ്പോഴും ഏത് സദസ്സിൽ പോയാലും പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വന്നാൽ അദ്ദേഹം മുമ്പിലൂടെ നടക്കട്ടെ എന്നേ പറയൂ. പക്ഷെ പാണക്കാട് തങ്ങൾ പറയുന്നതോ, എനിക്ക് ശംസുൽ ഉലമയുടെ മുമ്പിലൂടെ നടക്കാൻ പേടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ മജ്ജയും മാംസവും രോമങ്ങളും മുഴുവനും ഇൽമു കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഒരു വല്ലാത്ത പവറല്ലേ. വെറും രാഷ്ട്രീയത്തിന് വേണ്ടിയൊന്നും പാണക്കാട് വോട്ടൊന്നും കാര്യമില്ല എന്റെ ചെറുപ്പക്കാർ. വെറും രാഷ്ട്രീയ കളിക്ക് വേണ്ടി തങ്ങന്മാരെ വോട്ട് വീട്ടിൽ വെച്ചിട്ടൊന്നും ഒരു അർത്ഥമില്ല. അഹ്ലു ബൈത്തായിട്ട് സ്നേഹിച്ച് അവരെ കലിവിന്റെ അകത്ത് കൊണ്ടു നടന്നാൽ ആണയിട്ട് ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ രക്ഷപ്പെടും. രാഷ്ട്രീയ പാർട്ടി കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തെ നിങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ അതിനൊന്നും എതിരൊന്നുമില്ല. ഏത് രാഷ്ട്രീയമായാലും നിയമസഭയിൽ അടിയെന്നുള്ള കാര്യം ഉറപ്പ് തന്നെ, ഒരു സംശയമില്ല. ഇനി അങ്ങോട്ട് അടി തുടങ്ങാൻ പോകുന്നുള്ളൂ. താത്തമാര് സാരി കൊടുത്ത് ചേച്ചിമാരിങ്ങനെ നിൽക്കുകയാണ് വാട്സപ്പൊക്കെ ആയിട്ട്. ഇപ്പൊ 27 ഉൾപ്പാണ്ടായി, ബാക്കി ഉപ്പാപ്പവരിങ്ങനെ കാത്തിരിക്കുക ശ്വാസം കൊണ്ടുപോയിട്ട്. എന്റെ സഹോദരങ്ങളെയൊക്കെ ചിന്തിക്കണം, ലോകം ഇനി ഇങ്ങനെ പോകുള്ളൂ. അങ്ങനെ നിങ്ങൾ കേരളത്തെ നന്നാക്കി വലിയ ഭരണം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ ആരും ചിന്തിക്കുന്നു കാര്യം പോക്ക്. ആ പ്രതീക്ഷയൊക്കെ കൈവിട്ടു നമുക്ക്. പിന്നെ എന്തെങ്കിലും കുറെ വിശ്വാസികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവര് രക്ഷപ്പെടട്ടെ. അതാണ് സൗദിയെ പത്രത്തിൽ വരെ വന്നില്ലേ നമ്മുടെ നിയമസഭയുടെ വാർത്ത. ഇപ്പോ പണ്ടൊക്കെ നമ്മൾ കേരളക്കാരാന്ന് പറഞ്ഞ ഒരു അഭിമാനമായി. ഇപ്പോ എന്താന്ന് അറിവ് ചോദിച്ചാൽ ഞാൻ ബംഗാളിയാണ്, കേരളക്കാരനല്ലാന്ന് പറയാം. അത്രയ്ക്ക് നാണം കെട്ടുപോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പറയുന്നതിലൊക്കെ ഒരു സങ്കടമുണ്ടെങ്കിലും പറഞ്ഞു പോവാൻ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മുത്ത് റസൂലിന്റെ കുടുംബത്തെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാനിപ്പോ ദുആ ചെയ്യും. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിണ്ടാതിരിക്കുക. അപ്പൊ ജൂതൻ പറഞ്ഞു, ഇയാളങ്ങ് ദുആ ചെയ്യും പറയില്ലേ. ചില ആളുകൾ സമയമായി കഴിഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗാണ്. സഅദ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വുളു എടുത്തു. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ കാര്യത്തിൽ തീരുമാനമാണ്. സഅദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് പറയാണ്, അല്ലാഹുവേ, നിന്റെ മുത്ത് നബിയുടെ കുടുംബത്തെ ചെയ്തോവധം ചെയ്തവനെ നീ ഇപ്പോ എന്റെ മുമ്പിലിട്ട് കൈകാര്യം ചെയ്യണേ അല്ലാഹ്. ലോക ചരിത്രത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ഒരൊട്ടകം അറബി മരുഭൂമിയിലൂടെ കടന്നു വന്നു എന്ന് ചരിത്രം പറയുകയാ. ആരും കാണാത്ത ഒരൊട്ടകം കടന്നു വരികയാ. എന്തൊരു ഉയരമ, എന്തൊരു നീളമ, എന്തൊരു ഗംഭീരമാണ്, എന്തൊരു ആരോഗ്യമാണ്. അതുവരെ ആരും കണ്ടില്ല, അതിനുശേഷവും ആരും കണ്ടില്ല. ഒരൊട്ടകം അങ്ങനെ കടന്നു വരികയാ. ഈ ചൂതനാര മനുഷ്യനെ ചവിട്ടി നിലത്തിടുകയാണ്. അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കാലുകൊണ്ട് ഒട്ടകം ചവിട്ടിയിട്ട് ഒട്ടകത്തിന്റെ കാലും നെഞ്ചുമൊത്ത് അറേബ്യൻ മണ്ണിന്റെ മണപ്പരി പറ്റിപ്പോയെന്ന് ചരിത്രം പറയുകയാ. പ്രിയപ്പെട്ടവര്, ആ ജൂതനാര മനുഷ്യനവിടെ കിടന്നങ്ങ് മരിച്ചുപോയി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പവറതാണ്. ഈ സഅദ് റളിയല്ലാഹു അൻഹുവിന് വയസ്സുകാലമായപ്പോൾ, പ്രായമൊക്കെ ഒരുപാടായി, അല്ലാഹുവിന്റെ റസൂലൊക്കെ വഫാത്തായി. അവസാന സഅദ് റളിയല്ലാഹു അൻഹു മക്കത്ത് വരികയാണ്. ഒരു വടി പിടിച്ചുകൊണ്ട് കാഴ്ചയില്ല, നേരിയ കാഴ്ച മാത്രമേ ഉള്ളൂ. ഒരു വടി പിടിച്ചുകൊണ്ട് നടക്കുന്ന 2-3 ആടുകൾ എന്നെ പിടിച്ചുകൊണ്ട് വരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവാണ് വരുന്നതെന്ന് മക്കയിൽ മുഴുവനും വാർത്ത വരുന്നു. എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന സഅദാണ് വന്നിരിക്കുന്നതെന്ന വാർത്ത വരുന്നപ്പോ ജനങ്ങളൊക്കെ ഓടി വരികയാണ്.
സഅദേ, എന്ത് കാര്യം പടച്ചവനോട് പറയണേ. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു നടത്തി തരട്ടെ. ആ സെക്കൻഡിൽ നടക്കുകയാണ്, ആ സെക്കൻഡിൽ നടക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞാലും നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞുമകൻ ദൂരത്തിൽ നിന്നതൊക്കെ കാണുകയാണ്. അബ്ദുള്ള മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അത് സഅദാണ്. എന്ത് പറഞ്ഞാലും അല്ലാഹ് സ്വീകരിക്കുന്ന സഅദാണ്. പിന്നെ എന്തുകൊണ്ട് സഅദിന് കാഴ്ചയില്ല? എനിക്ക് കാഴ്ച തരണേ അല്ലാഹ് എന്ന് ഒരു വരി പടച്ചവനോട് പറഞ്ഞിരുന്നെങ്കിൽ സഅദിന് വടിയുടെ ആവശ്യമുണ്ടോ? സഅദിന് സഹായിയുടെ ആവശ്യമുണ്ടോ? ആ സംശയം ചോദിക്കാൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബി വര്യാ, ഞാനൊരു കൊച്ചുകുട്ടിയാണ്, ചോദിക്കുന്നത് അഥവകേടാണെങ്കിൽ അവിടെ എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ കണ്ട ജനങ്ങളൊക്കെ എന്ത് നിങ്ങളോട് വന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലോ, അത് മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് നടത്തി തന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കാഴ്ച വേണമെന്ന് നിങ്ങൾ പടച്ചവനോട് പറഞ്ഞില്ല? സഅദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് കാഴ്ച വേണമെന്ന് പടച്ചവനോട് പറഞ്ഞൂടാ? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, എന്റെ വ്യക്തിപരമായ ഒരു കാര്യവും ഞാൻ ഇന്ന് വരെ എന്റെ പടച്ചവനോട് ചോദിച്ചിട്ടില്ല. എല്ലാം ഞാൻ ചോദിച്ചത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്, എന്റെ സമുദായത്തിന് വേണ്ടിയാണ്. എന്റെ കാഴ്ച ഇങ്ങനെ ഇരിക്കണമെന്ന് എന്റെ പടച്ചവൻ തീരുമാനിച്ച ദുആ ചെയ്ത് ഞാൻ മാറ്റുന്നത് അല്ലാഹുക്ക് ഇഷ്ടപ്പെടുകയില്ലല്ലോ. അല്ലാഹു അല്ലേ എന്റെ കണ്ണിനെ ഇങ്ങനെയാക്കിയത്. എനിക്ക് ഈ കണ്ണ് വേണ്ടെന്ന് ഞാൻ പറയുമ്പോ അല്ലാഹുക്ക് ഇഷ്ടമാവില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാഴ്ച മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് സഅദ് റളിയല്ലാഹു അൻഹു മക്കത്തേക്ക് പോകുമ്പോ ആവശ്യമുള്ളവല്ലാതെ പടച്ചവനോട് ചോദിക്കല്ലേ പ്രിയപ്പെട്ടവരെ. അല്ലാഹു പടച്ചതമ്പുരാനോട് നിങ്ങൾ ചോദിക്കുമ്പോ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതല്ലാഹു സ്വീകരിക്കും ഉറപ്പാണ്, ഇതല്ലാഹു സ്വീകരിക്കും ഉറപ്പാ. ആ ഉറപ്പ് നിന്റെ മനസ്സിന്റെ അകത്ത് വെച്ചുകൊണ്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആയിന് പടച്ചവന്റെ മുന്നിൽ പരിഗണനയുള്ളതാ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹു മറുപടി തരുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ ദുആ ചെയ്തോ. അശ്രദ്ധയോടെ ദുആ ചെയ്യുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു മറുപടി തരൂല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ യാക്കൂബ് നബി തന്റെ ചെറിയ പ്രായത്തിൽ യൂസുഫ് എന്ന പൊന്നമോ നഷ്ടപ്പെട്ടു പോയപ്പോ തളർന്നില്ല. അവസാനം യൂസുഫിനെ തിരിച്ചു കിട്ടിയപ്പോ യാക്കൂബ് നബി പറഞ്ഞതാണ്, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എന്റെ സങ്കടവും നൊമ്പരവും പറഞ്ഞത് എന്റെ പടച്ചവനോടാണ്, എന്റെ പടച്ചവനോടാണ്. വേറെ ആരെയും കാല് പിടിക്കാൻ പോയില്ല. എന്റെ പടച്ചവനോടാണ് ഞാൻ എന്റെ നൊമ്പരം പറഞ്ഞതെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. രണ്ട് നിബന്ധനയായി പ്രധാനപ്പെട്ട ഒരു നിബന്ധന കൂടി പറയട്ടെ. എന്നിട്ട് ചില വ്യക്തികളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അത് ഏത് വ്യക്തികളാണ് പഠിക്കണം. ചില സമയത്ത് ദുആ അല്ലാഹു സ്വീകരിക്കും. അത് ഏത് സമയത്ത് ദുആയാണെന്ന് പഠിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ നിബന്ധന അദ്ദുആഉ ഫിസ്സറാഇ വല്ലറാ. സന്തോഷത്തിലും സങ്കടത്തിലും അല്ലാഹുവിലേക്ക് ദുആ. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ദുആ ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. നല്ല റാഹത്തായ അവസ്ഥയാണ്. ബിസിനസ് ഉണ്ട്, മക്കൾക്ക് ആരോഗ്യമാണ്, മക്കളൊക്കെ വിജയിച്ചു, പരീക്ഷയിൽ നല്ല മാർക്കും ഉപയോഗിച്ചു, നല്ല റാഹത്താണ്. അങ്ങനെയുള്ളപ്പോഴും വളരെ സങ്കടത്തോടെ അല്ലാഹുവേ ഇനിയും തരണ റബ്ബേ, ഞാൻ നന്ദിയുള്ളവനാക്കണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ. അങ്ങനെ ദുആ ചെയ്യണം. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സ്വർഗ്ഗമെന്ന് പറഞ്ഞു. അന്ന് മുതൽ പിന്നെ കരയാതെ ഉറങ്ങിയിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, എനിക്ക് സ്വർഗ്ഗത്തിന് യോഗ്യതയില്ല അല്ലാഹ്. വലാ ഖുവാ വലാ നാരിൽ ജഹീം, നരകം സഹിക്കാനുള്ള ശക്തിയുമില്ല അല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാൻ തുടങ്ങി.
നമ്മളെടുത്ത് ഏതെങ്കിലും പള്ളിയിലെ ഹത്തീബ് പറഞ്ഞാലും മതി, 3 പ്രാവശ്യം പള്ളിക്ക് വെച്ച് കൊടുക്കാം, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. അപ്പൊ കാക്ക പറയും, എനിക്ക് സ്വർഗ്ഗമല്ല, ഞാൻ എന്റെ വാപ്പയൊക്കെ പണ്ടേ ഉറപ്പില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോവും. കാരണം എന്ത്? നമുക്ക് ഈ ദുനിയാവിന്റെ ഇട്ടാവട്ടത്തുള്ള രസങ്ങൾക്കാണ് താല്പര്യം. അല്ലാഹുവേ, പടച്ചവനെ, നമ്മളൊക്കെ ഇനി ഏത് കാലത്താണ് ഇത്രത്തോളം ഒരു വലിയ ഈമാനിന്റെ മാതിരത്തിലേക്ക് എത്തുക? ചിന്തിച്ചു നോക്കിയ രംഗം. ദുആ ചെയ്യണം നിരന്തരം, റബ്ബിനോട് ഇങ്ങനെ കരഞ്ഞ് അള്ളാഹിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും. സന്തോഷത്തിലും ദുആ ചെയ്യണം, സങ്കടത്തിലും ദുആ ചെയ്യണം. നമ്മൾ സന്തോഷം വരുമ്പോ പിന്നെ ദുആയുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. സങ്കടം വരുമ്പോ ഓക്കെ നമ്മുടെ കാര്യം. അപ്പൊ നമ്മൾ നേരെ പള്ളിയിൽ വരും, പള്ളിക്ക് പൈസ കൊടുക്കും, പള്ളിയിലെ വഞ്ചി കണ്ട സ്വതക്ക ചെയ്യും. അങ്ങനെ വലിയ സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതില് കേരളം തന്നെയാണ് മുൻപന്തി. ആദ്യമായിട്ട് ഗൾഫിൽ പോകണവന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഏതൊക്കെ മക്ബറയിൽ പോയി ദുആ ചെയ്യും, ആർക്കൊക്കെ സ്വതക്ക കൊടുക്കും, ഉമ്മായ കെട്ടിപ്പിടിക്കും, വാപ്പായ കെട്ടിപ്പിടിക്കും, മക്കളെ വാരി കൊണ്ടുവരും. ഫസ്റ്റ് ഫ്ലൈറ്റ് കയറണവനായതുകൊണ്ട് അങ്ങനെയൊക്കെ ഗൾഫിൽ പോയി എന്താണെന്ന് അറിയാൻ പറ്റൂല, അറബി ഭാഷ അറിയില്ല, അങ്ങനെയാണത്തെ ഭക്ഷണം ശരിയാവൂല, കുബൂസ് എന്നൊക്കെ ആദ്യം കേൾക്കാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിരുന്നവനാ. പിന്നീട് 2-3 പ്രാവശ്യം പോയിട്ട് വന്നാൽ പിന്നെ പള്ളിയില്ല, സിയാറത്തും ഇല്ല, ഉസ്താദുമാരും ഇല്ല, ആരുമില്ല. ഓരോ പ്രാവശ്യം കയറുമ്പോഴും നെഞ്ചിൽ അള്ളാഹുവിനടുത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് സന്തോഷമുള്ളപ്പോഴും സങ്കടമുള്ളപ്പോഴും ഞങ്ങളുടെ മനസ്സൊരുപോലെയാ. അങ്ങനെ ആയാൽ നീ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നിന്റെ ദുആ സ്വീകരിക്കും. അവിടെയാണ് കാര്യം. ഇപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? യൂനുസ് നബി നേരത്തെ നിരന്തരം ദിക്റും ദുആയൊക്കെ ചെല്ലുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് മത്സ്യത്തിന്റെ വയറ്റിലായപ്പോൾ യൂനുസ് നബി ദുആ ചെയ്തപ്പോൾ അള്ളാഹു സ്വീകരിച്ചതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലെങ്കിൽ സ്വീകരിക്കൂലായിരുന്നു അത്രേ. നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഇന്ന യൂനുസ കാന അബ്ദൻ സാലിഹൻ സാകിറൻ ലില്ലാഹ്. യൂനുസ് നബി അലൈഹിസ്സലാം നേരത്തെ ദിക്ർ ചൊല്ലിയിരുന്ന ആളാ, എപ്പോഴും തസ്ബീഹും തഹ്ലീലും ചൊല്ലിയിരുന്ന ആളാ. അതുകൊണ്ടാണ് ഫലമ്മാ വഖാ ഫീ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിനകത്തായി പോയപ്പോ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ ദുആ അല്ലാഹു സ്വീകരിച്ചത്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീന, ആ പ്രിയപ്പെട്ട യൂനുസ് നബി തസ്ബീഹ് ചൊല്ലുന്ന ആളല്ലായിരുന്നെങ്കിൽ ലബിസ ഫീ ബത്നിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് യൂനുസ് നബിയെ കിടത്തുമായിരുന്നു അത്രേ. നേരത്തെ ദിക്റും തസ്ബീഹൊക്കെ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്നൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിലോ വലിയ പ്രതിസന്ധി ഘട്ടമാണ്. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ പ്രവാചകനായ യൂനുസ് നബി ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടക്കുമായിരുന്നു അത്രേ. അതിന്റെ നേരെ വിപരീതം മറ്റൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തില്ലേ? വഇന്ന ഫിർഔന കാന അബ്ദൻ ത്വാഇയൻ നാസിയൻ ലിദിക്രില്ലാഹ്. ഫിർഔനോ അല്ലാഹുവാണ് ഞാനെന്ന് പറഞ്ഞു നടന്നു. ഫിർഔൻ ധിക്കാരിയായി, അഹങ്കാരിയായി. 100 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഫിർഔനിന്റെ കൊട്ടാരത്തിൽ. ഓരോ സ്റ്റെപ്പിലും നഗ്നയായ സ്ത്രീകളെ വെച്ചിട്ട് ഫിർഔൻ സ്റ്റെപ്പിൽ ഇങ്ങനെ പിടിച്ചു കയറുന്നത് സ്ത്രീകളുടെ മാറിടത്തിലായിരുന്നു അത്രേ. നിങ്ങൾ പറയും, ആ വീടിന്റെ കുടിയിരിക്കലിന്റെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലാഹു റാഹത്തായ അല്ലെ, കുറച്ച് വാട്സപ്പിൽ ക്ലിപ്പ് ഇടാമായിരുന്നു. എല്ലാരും അവസാനിപ്പിക്കണം ആ പദ്ധതി പരിപാടിയൊക്കെ. നമ്മളെന്തായാലും മരിക്കൂലേ, ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ഖബറിന്റെ അകത്ത്. അതും വാട്സപ്പിലൂടെ തന്നെ വരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ഗ്രൂപ്പിൽ വളരെ സജീവമായി തെറി വിളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ ഇന്നലെ ലോറി കയറി മരിച്ചു. നമ്മളൊക്കെ എന്നാലും ബാക്കിയുള്ള ഗ്രൂപ്പുകാർ മനസ്സിലാക്കൂല. ഇതുവരെ ഞാൻ നാളെ തീരാനുള്ളതാണ്. ഇവൻ പറയും എല്ലാരും മയ്യത്ത് നിസ്കരിക്കണം, ദുആ ചെയ്യണം, മറ്റോമാരെ ഒറ്റെണ്ണത്തിനും പള്ളിക്കകത്ത് കയറ്റരുത് എന്നതിന്റെ അടിയിൽ എഴുതുകയും ചെയ്യൂലേ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫിർഔൻ അങ്ങനെ ധിക്കാരപരമായി ജീവിച്ചപ്പോ എന്ത് പറ്റിപ്പോയി? അവസാനം വെള്ളത്തിനടിയിൽ കിടന്ന് കൈകാലിട്ടടിച്ച് ഞാൻ വിശ്വസിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പടച്ചതമ്പുരാൻ പറഞ്ഞു, അവന്റെ പ്രാർത്ഥന, അവന്റെ പശ്ചാത്താപം, അവന്റെ തൗബ, അവന്റെ സങ്കടത്തിന്റെ ഈ സമയത്ത് എനിക്ക് ആവശ്യമില്ല, അവൻ അവിടെ കിടന്ന് ചാവട്ടെ അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം, ഇപ്പൊ വളരെ ഹാപ്പിയായി അല്ലാഹു ആരോഗ്യമൊക്കെ തന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നിട്ട് അവസാനം നമ്മുടെ ജീവിതം ഒരു പടുംകുടിയിൽ വീഴാൻ നേരം കൈ ഉയർത്തിയിട്ട് കാര്യമില്ല. ഇപ്പോ ഈ നല്ല പ്രസരിപ്പിന്റെ സമയത്ത് നീ ചെയ്തോ, അതാണ് അല്ലാഹുവിന് ഇഷ്ടം.
അതുകൊണ്ടാണ് മുത്തറസൂൽ പറഞ്ഞത് ഇദാ കാനൽ അബ്ദു യദ്കുറുല്ലാഹ ഫിസ്സറാ, സന്തോഷത്തിന്റെ സമയത്ത് അല്ലാഹു പടച്ച തമ്പുരാനെ ആരെങ്കിലും ഓർമ്മിച്ചു പോയാൽ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ 4 വർഷമായി 5 വർഷമായി മക്കളില്ല, ദുആ ചെയ്ത് അവസാനം ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഓടുകയാണ്. എവിടെയാണ് യതീംഖാന, എവിടെയാണ് പട്ടിണി കിടക്കുന്നവർ? അവർക്ക് കൊണ്ടുപോയി സ്വതക്ക കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ എനിക്ക് സന്തോഷമാണല്ലാ എന്ന് പറയുന്നതിന് പകരം കള്ളുകുപ്പിയെടുത്ത് പാർട്ടി നടത്തുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ. പിന്നീട് ആ കുഞ്ഞിനൊരു ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുമ്പോ പിന്നെ കരുയർത്തിയിട്ട് കാര്യമില്ല. സന്തോഷത്തിലും സങ്കടത്തിലും നിന്റെ പടച്ചവനെ വിളിക്കാൻ നിനക്ക് സാധിക്കണമെങ്ങനെ സന്തോഷത്തിന്റെ സമയത്ത് വിളിച്ചിരുന്നവരില്ലേ? ആ വിളിച്ചിരുന്നവർക്കൊരു സങ്കടം വരുമ്പോ കാലത്തിൽ മലായികത്ത് സൗത്തും സങ്കടം വന്നിട്ട് നിങ്ങൾ കരഞ്ഞ ആ കണ്ണീർ അല്ലാഹു കാണുന്നതാണ്. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു അങ്ങനെയാണ്. ചിലപ്പോ നമ്മൾ ഈ നിബന്ധനയൊക്കെ വെച്ചിട്ട് കരഞ്ഞ് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുന്നിൽ ഇരുത്തിയിട്ട് പറയുകയാണ്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനും കബീർ ഉസ്താദും അതുപോലെ ഇബ്രാഹിം ഹാജി വിളിച്ചു പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനും കബീർ ഉസ്താദ് എത്രയോ മജ്‌ലിസിൽ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്തു. അല്ലാഹു നടത്തി കൊടുത്തില്ല. തൈസീർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചു ഉസ്താദേ ദുആ ചെയ്യണം, പടച്ചവൻ നടത്തി കൊടുത്തില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനസാഗരം തടിച്ചുകൂടിയ സ്വദേശത്തെയും വിദേശത്തെയും മജ്‌ലിസിൽ ദുആ ചെയ്തിട്ട് അല്ലാഹു നടത്തി കൊടുത്തില്ല. അല്ലാഹുവിന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾക്കറിയോ, എനിക്കൊരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞ 4ാമത്തെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ 4ാമത് ഗർഭവതിയായപ്പോ എന്റെ നാട് മുഴുവനും പറഞ്ഞു ഉസ്താദേ പെൺകുട്ടിയാ, എന്റെ പരിചയക്കാര് മുഴുവനും പറഞ്ഞു ഉസ്താദേ പെൺകുട്ടിയാ. അപ്പോഴും എന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഞാനും എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പെൺകുട്ടിയാ. എന്തുകൊണ്ടെന്നറിയോ? പെൺകുട്ടിക്കാണ് ഉപ്പയോട് സ്നേഹമെന്ന് പറയുമ്പോ, പെൺമക്കൾക്കാണ് കുടുംബത്തിനോട് സ്നേഹമെന്ന് പറയുമ്പോ അറിയാതെ മനുഷ്യൻ കുതിച്ചു പോകും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മലക്കുകളല്ല. പക്ഷെ 4ാമത് പിറന്നു വീണത് ആൺകുട്ടിയായത് കൊണ്ട് തന്നെ ഞാൻ പേര് മോശമാക്കാൻ തീരുമാനിച്ചില്ല. അല്ലാഹുവിന്റെ ധർമ്മത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, സത്യത്തിന് വേണ്ടി വാളെടുത്ത് പോരാടിയ ബദറിന്റെ ചരിത്രം മനസ്സിലോർത്തുകൊണ്ട് മഹാനായ മിസ്അദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് എന്റെ 4ാമത്തെ പൊന്നുപോലെ ഞാൻ ഇട്ടുകൊടുത്തതെന്തിനെന്നറിയോ? ഞങ്ങളൊക്കെ പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കുമ്പോ നാളെ കാലഘട്ടത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആദർശധീരനായ പണ്ഡിതനായിട്ട് പടച്ചതമ്പുരോ ആ പൊന്നുപോലെ മാറ്റാൻ തീരുമാനിച്ച അവന് മിസ്അദ് എന്ന പേരിട്ട് അഭിമാനിക്കുന്ന വാപ്പയായി മാറാൻ കഴിയട്ടെ എന്ന കൊതിയാണ് എന്റെ മനസ്സിന്റെ അകത്ത് വന്നത് പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് മാറുവോ? അല്ലെങ്കിൽ കാപ്പിൽ ഉസ്താദ് പറഞ്ഞത് മാറുവോ? അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാര് പറഞ്ഞത് മാറുവോ? അല്ലെങ്കിൽ മാത്തൂർ ഉസ്താദ് പറഞ്ഞത് മാറുവോ? അല്ലെങ്കിൽ ചെമ്പിലങ്ങാട് ഉസ്താദ് പറഞ്ഞത് മാറുവോ? അല്ലെങ്കിൽ നെല്ലായ ഉസ്താദ് പറഞ്ഞത് മാറുവോ? അല്ലെങ്കിൽ കൊമ്പന്തൊടി ഉസ്താദ് പറഞ്ഞത് മാറുവോ? ഇല്ല മുസ്ലിമേ, മാറില്ല മുസ്ലിമേ. സാദിഖലി തങ്ങൾ പറഞ്ഞത്, സാദിഖലി തങ്ങൾ പറഞ്ഞത്, മുനവറലി തങ്ങൾ പറഞ്ഞത്, അനീദ് അലി തങ്ങൾ പറഞ്ഞത്, റഷീദ് അലി തങ്ങൾ പറഞ്ഞത്, അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞത്, ബഷീർ അലി തങ്ങൾ പറഞ്ഞതും എന്റെ പ്രിയപ്പെട്ടവരെ മാറൂല. അത് മാറണമെങ്കിൽ അല്ലാഹുവിന് വ്യക്തമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവണം കേട്ടോ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുക, അതുകൊണ്ട് തളരണ്ട. ധൈര്യം ചോർന്നു പോകാതെ ചോദിച്ചോ, വീണ്ടും നിന്റെ പടച്ചവനോട് ചോദിച്ചോ. അല്ലാഹു മടക്കി തരും പ്രിയപ്പെട്ടവരെ, അല്ലാഹു തിരിച്ചു തരും പ്രിയപ്പെട്ടവരെ. 3 രീതിയിലാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരിക. ഒന്നെങ്കിൽ ചോദിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു മറുപടി തരികയാ, ചോദിക്കുന്ന കാര്യം തന്നെ അല്ലാഹു നടത്തി തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയൊരു അപകടത്തെ അല്ലാഹു തട്ടിമാറ്റും. ദുആ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങളിപ്പോ ദുആ ചെയ്യുന്ന അല്ലാഹുവേ എന്റെ ഉമ്മ ക്യാൻസർ രോഗമാണ്, മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഒന്നെങ്കിൽ അല്ലാഹു ആ ഉമ്മാക്ക് ക്യാൻസർ രോഗം മാറ്റി കൊടുക്കും.
ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്തതിന് പകരം നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു വലിയ അപകടത്തെ അല്ലാഹു മാറ്റിത്തരും. അതുമല്ലെങ്കിൽ ഇതിന് പകരം പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം ദുആ ചെയ്തോ അത്രയും പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു മാറ്റി വെച്ചിരിക്കും. നന്മയുടെ തൂക്കത്തിൽ ഭാരം കൂടെ എന്തായാലും നഷ്ടമില്ലെന്ന് മനസ്സിലായില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ കൈവച്ചിട്ട് അല്ലാഹു എനിക്ക് സഹായം തരണേ അല്ലാഹു ചോദിച്ചാൽ 1/3 ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നഷ്ടമില്ലല്ലോ. എന്ത് ആർക്ക് നഷ്ടം? അള്ളാഹു ഒരു അപകടം മാറ്റി തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? എത്ര ദുരന്തം, എത്ര ദുരിതം, എത്ര വലിയ അപകടങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരാ, നിങ്ങളൊക്കെ ദ്വാരക്ക് ഈ 2 ആഴ്ച മുമ്പല്ലേ ഒരു വെള്ളിയാഴ്ച പെരുമ്പാവൂര് ജുമാനസ്കാരം കഴിഞ്ഞിറങ്ങിയ ഹസൻകുട്ടി എന്ന് പറയുന്ന സഹോദരൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഒന്നെങ്കിൽ ചോദിക്കുന്ന അല്ലാഹു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയൊരു വിപത്തിനെ അല്ലാഹു തട്ടിമാറ്റുന്നതാ. ഇത് രണ്ടുമല്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരുന്നതാണ്. ദുആ ചെയ്തതിന് പകരമായി അല്ലാഹു പടച്ച തമ്പുരാന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹുവേ പടച്ചവനെ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരുന്നതാണ്. ഓരോ സഹോദരാ, ഒരിക്കലും ഒരു നഷ്ടമല്ലല്ലോ, ഒരിക്കലും ഒരു നഷ്ടമല്ലല്ലോ. ആരംഭ റസൂലിന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദുആ എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരികയാണ്. നിന്റെ ജീവിതത്തിലൂടെ ആ ദുആ നീ കൊണ്ടു നടക്കണം പെങ്ങളെ. നിന്റെ ജീവിതത്തിലൂടെ ആ ദുആ നീ കൊണ്ടു നടക്കണം ചെറുപ്പക്കാരാ. ഏത് ദുആ തുടങ്ങുമ്പോഴും ഈ പറയുന്ന 5 വരി നിന്റെ മനസ്സിന്റെ അകത്തുണ്ടായിരിക്കട്ടെ. അല്ലാഹു അത് നിനക്ക് റാഹത്താക്കി തരുന്നതാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ നിന്റെ ജീവിതം വല്ലാത്ത കഷ്ടപ്പാടായി പോയി ഫാത്തിമ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഫാത്തിമ, നിന്റെ കൈ പൊട്ടിപ്പോയല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികില് കുറച്ച് ആടുകളെ കിട്ടിയിട്ടുണ്ട് ഫാത്തിമ, നീ ചെന്ന് ചോദിക്കണം ഫാത്തിമ, നീ ചെന്ന് ചോദിക്കണം ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ആ ആടുകളെ നിനക്ക് തന്നാൽ സന്തോഷമല്ലേ? ഇത് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ചെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒന്നും തരാതെ സങ്കടത്തോടെ ഞാൻ തിരിച്ചു വന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദുആയല്ലേ പഠിപ്പിച്ചു തന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളെ നിർബന്ധിക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മുത്തു റസൂലിന്റെ മുമ്പിൽ സങ്കടത്തോടെ ചെല്ലുകയാ, യാ റസൂലല്ലാഹ് അങ്ങയുടെ അരികിൽ കുറച്ച് ആടുകൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞ നബിയേ, ഒന്ന് എനിക്ക് തരുവോ നബിയേ? 2 ആടിനെ എനിക്ക് തരുവോ നബിയേ? എന്റെ വീടിന്റെ കഷ്ടപ്പാടൊന്ന് മാറ്റാനാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടതാണ്, ഞാൻ അങ്ങനെ വന്നതല്ല. അലി റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചിട്ട് വന്നതാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ നീ വന്ന സമയം കൊള്ളാം ഫാത്തിമ, നീ വന്ന സമയം നല്ല സമയമാണ് ഫാത്തിമ. 5 ആടുകളെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാ, അതിന് നിനക്ക് തരാം ഫാത്തിമ. എന്റെ സഹോദരിമാര് ചിന്തിക്കും, ആടിനെ കൊണ്ടുപോയിട്ടെന്താ, ഒരാടിനെ വിറ്റാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിന്റെ കുറച്ച് ദിവസത്തെ ചിലവ് നടക്കുമല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു അന്ന് ദാരിദ്ര്യം. നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ദാരിദ്ര്യം. ഒരു കാരക്കയുടെ നീര്, ഒരു പത്രിയുടെ ഭാഗമെടുത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ നോമ്പുകാരനാട് അലിയാർ തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നപ്പോഴാണ് വിശന്ന വയറാൽ വന്നു നിൽക്കും പാപിഞ്ഞ നീട്ടുന്ന കൈകളെ തട്ടിടല്ലേ ഫാത്തിമ. ആ വീടിന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരഞ്ഞത് സാധുവായ മനുഷ്യൻ ഓടിക്കൊണ്ടുവന്ന് കാത്തു വെച്ചിരുന്ന നോമ്പുകാരനായ മണിമാരന് വെച്ചിരുന്ന പത്തിരി, ആ പൊന്നോമന പുത്രി തന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന യാചകന്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് സന്തോഷത്തോടകത്ത് കയറുമ്പോഴാണ് അലിയാർ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി പൂരം ആടുകളെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ 5 ആടുകളുടെ കയറും ഇങ്ങനെ പിടിച്ച് ഫാത്തിമാന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഫാത്തിമ ഈ ആടുകൾ വേണമോ
അതല്ല, ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന 5 വരി ദുആ നിനക്ക് വേണമോ? ഈ ആടിനെ വേണമോ? 5 വരി ദുആ നിനക്ക് വേണമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, 5 വരി ദുആയുടെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാരെങ്കിലും തന്റെ ജീവിതത്തിൽ നിരന്തരം ചൊല്ലിപ്പോയാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അവരെ കൈവിടിയൂല.